രാജാക്കന്മാരുടെ വടക്കൻ കേരളത്തിലേക്കുള്ള പടയോട്ടക്കാലത്ത് കായംകുളം, തെക്കുംകൂറ്, വടക്കുംകൂറ് ഇതിനെല്ലാം ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അപ്പോൾ ആ കീഴടക്കൽ കാലത്ത് അദ്ദേഹത്തെ വലങ്കൈയായി നിന്ന് രാമയ്യനെ സഹായിച്ച ആളാണ് കടപ്പൂര് മഞ്ചേരി തറവാട്ടിലെ ഒരു ശങ്കൂരി ദത്ത് വന്ന ആളിൻ്റെ മരുമകൻ പേരക്കുട്ടി. അതിൻ്റെ പേരെന്താണ്? ദത്ത് വന്ന ആളുടെ പേര് ചാണ്ടി എന്നായിരുന്നു തോന്നുന്നു. അയാളുടെ പേരക്കുട്ടിയുടെ പേര് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പാടില്ല. അയാളെ കൂറ്റൻ മാപ്പിള എന്നാണ് അറിയപ്പെടുന്നത്. കൂറ്റൻ മാപ്പിള? അതെ, കൂറ്റൻ തരകൻ എന്ന് പറയും. കൂറ്റൻ തരകൻ. അത് രാജാവ് കൊടുത്ത സ്ഥാനപ്പേരാണ്. അത് കൊടുക്കാനുണ്ടായ കഥയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ഇളയ രാജാവിനെ ഈ തോറ്റോടിയ പ്രദേശങ്ങളെയാണ് ഇൻസ്പെക്ഷന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അപ്പോൾ അയാളെ കോഴിക്കോട് താമൂരിൻ്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടു പോയ വടക്കങ്കൂർ വീരവർമ്മൻ എന്ന് പറയുന്ന രാജാവ് ഒളിപ്പോരാളികളുമായിട്ട് ഇവിടെ കുറവങ്ങാരടുത്തുള്ള കാഞ്ഞിരത്താനത്ത് ഒരു ഗുഹയിൽ പുലികള താമസമാക്കി, ആരും അറിയാതെ. എന്നിട്ട് അവർ ഈ രാജാവിൻ്റെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുക, അവരെ ബന്ദികളാക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഗുഹ ഉപയോഗിച്ചിരുന്നു. ഈ ഗുഹയ്ക്ക് കാളികാവിലുണ്ടായിരുന്ന ഭദ്രകാളി അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് എങ്ങാണ്ടൊരു തുറവിയുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെ പിടിച്ച് ആ തുറവിയിലൂടെ കൊണ്ടുപോയി ഈ ഗുഹയിൽ പടവിടുക എന്നൊക്കെയായിരുന്നു അയാളുടെ പരിപാടി. പിന്നെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് കാളി പിടിച്ചു എന്നാണ് കഥ പറഞ്ഞു വരുത്തിയത്. അങ്ങനെ ആ പ്രദേശം മുഴുവൻ ഒരു പേടി സ്വപ്നമായി തീർന്നു. അപ്പോൾ അങ്ങനെ ഇളയരാജാവായിരിക്കുന്ന കാലത്ത് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ അയാളെ ഈ പട്ടിത്താനം ഭാഗത്തും കണ്ടുവച്ച് കീഴ്പ്പെടുത്തി അയാളെ കൊണ്ട് ഒളിപ്പിച്ചത് ഈ ഗുഹയിലായിരുന്നില്ല, അയാളുടെ ഒരു തലസ്ഥാനമായിരുന്ന കാരിക്കോട്ട് കോട്ടയിലാണ്, തൊടുപുഴ. അപ്പോൾ ആ കോട്ടയിൽ അവശേഷങ്ങൾ എപ്പോഴും ഉണ്ടല്ലേ? എന്തോ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ക്കാൻ വേണ്ടി രാജാവ് കിടന്ന് പണിപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് രാമയ്യനാണ് അദ്ദേഹത്തിൻ്റെ നിലവ. അപ്പോൾ ഈ രാമയ്യനെ വടക്കങ്കൂർ ആക്രമിക്കുന്ന കാലത്ത് ഈ കുറ്റന്തരകൻ വടക്കങ്കൂറിൻ്റെ പടത്തലവനാണ്. അദ്ദേഹം രാജാവിനെ സ്നേഹകത്യ ഉപദേശിച്ചു. അവരോട് പിടിച്ചു നിന്നാൽ ജയിക്കില്ല, നമുക്ക് അവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി കീഴടങ്ങാം. അപ്പോൾ അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതെ അവർ പിരിഞ്ഞെങ്കിലും രാജാവിന് അപകടം വരാതെ രാജാവിനെ രാമയ്യൻ്റെ പടയിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടു. അങ്ങനെ താമൂരിൻ്റെ അടുത്ത് പോയത്. എന്നിട്ട് പിന്നെ അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ രാമയ്യൻ്റെയും സഹായിയായിട്ട് ഈ കുറ്റന്തരകൻ നിൽക്കുകയാണ്. അപ്പം ഈ ഇളയ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഈ സ്ഥലം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമൊത്ത്, പ്രത്യേകിച്ചും ഈ ശങ്കൂരിക്കലെ പുള്ളിയുടെ മരുമകനായിരുന്ന ഈ കരകൻ്റെ മരുമകനായിട്ട് വരുന്ന അമ്മാവനെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ ഒളിച്ചുപോയ അസൂരി രോഗത്താൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചുപോയ കുലകർണനിറപ്പിൽ കാട്ടുരാജാവിനെ പോലെ വാണ്ടുന്ന പന്തിരുമല്ലൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശങ്കൂരിക്കൽ മാത്തൻ ഈ ഇവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ സഹായത്തെ പുലയപ്പെടാം. അതെങ്ങനെ ഉണ്ടായത്? ഇല്ല, അത് ഈ കൊലകണ്ണന്തറപ്പിലെ സവർണന്മാർ നിസ്സാര കുറ്റങ്ങൾക്ക് കൊല്ലാൻ കൊണ്ടിരുന്ന പറയരെയും പുലയരെയും എല്ലാം ഇവർ രക്ഷിച്ചു, അവരുടെ അണികളാക്കി മാറ്റി. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇലക്കാട് താമസിക്കുന്ന ഇലക്കാട് ലത്തീംപള്ളിയിലെ ക്രിസ്ത്യാനികൾ, ലത്തീം ക്രിസ്ത്യാനികൾ. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കൂറ്റന്തരകൻ അന്ന് കൂറ്റന്തരകനായിട്ടില്ല, അന്ന് ഇവിടുത്തെ മാപ്പിള മഞ്ചേരി മാപ്പിള ഈ കോട്ടയിൽ കാരിക്കോട്ട് കോട്ടയിൽ നിന്ന് ഇയാളെ രക്ഷിച്ച് വരുമ്പോൾ എല്ലാം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ രക്ഷിച്ച വിധം പറയുന്നത് ഒരു പനമ്പിൻ്റെ അകത്ത് തുറത്തിട്ട് പണ്ടാരച്ചാവെന്നാണ് പറയുന്നത്. സൂര്യ വന്ന് മരിച്ച ആളെന്നുള്ള വ്യാജേന തടസ്സങ്ങളില്ലാതെ ഇവിടെ കോട്ടയത്ത് കൊണ്ടാക്കി. അപ്പോൾ അതിന് പാരിതോഷികമായിട്ടാണ് അദ്ദേഹത്തിന് സരകസ്ഥാനവും കുറവങ്ങാട്ട് പള്ളിയിലും ഈ ഒരുപാട് അമ്പലത്തിലുമൊക്കെ ഓഹരി അവകാശവും എല്ലാം കൊടുത്തു. അങ്ങനെ നാട്ടിലെ ഒരു പ്രമാണിയാക്കി മാറ്റി.
ആ ഇളയരാജാവിൻ്റെ പേരെന്താണെന്നറിയാം? ധർമ്മരാജാവ്. ധർമ്മരാജാവ്. രാമവർമ്മ മഹാരാജാവ്. അത് മാർത്താണ്ഡവർമ്മയുടെ ധർമ്മരാജാവ് എന്നറിയപ്പെട്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഇളയ സഹോദരൻ. അത് കഴിഞ്ഞ് രാജാവായ ആൾ. അത് കഴിഞ്ഞ അദ്ദേഹം മരിച്ചപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് വല്ലോ? അല്ല, അദ്ദേഹം മരിക്കുമ്പോഴേക്ക് ഇയാൾ മരിക്കുന്നു തോന്നുന്നു. അദ്ദേഹം രാജാവായി സമയത്തൊക്കെ പറയുന്നില്ലെന്നാണ് തോന്നുന്നു. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ രക്ഷിച്ചു വിട്ടു. അപ്പോൾ അതിന് പാരിതോഷികമായിട്ടാണ് വീരചക്രവും വാളും എല്ലാം കൊടുത്ത് ആചരിച്ചു. അപ്പോൾ എന്നിട്ട് ഇയാൾ പിന്നെ ഈ പന്തിരുമല്ലൻ്റെ സഹായമുണ്ട് പുള്ളി ഫുള്ളായിട്ടേ. അപ്പോൾ ഇവിടെ എന്ത് ആവശ്യങ്ങൾ ഈ വടക്കൻ പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ അറിയിച്ചാൽ മതി. കിലോമീറ്ററുകളോളം പോകാം. വെമ്പള്ളി, കാളിയാർകോട്ടം, കാളികാവ് മുതലായ സ്ഥലങ്ങളിലേക്കാണ് ഈ ഗുഹ പോകുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിക്കുള്ള ഗുഹയാണ് തൊട്ടപ്പുറത്തുള്ളത്. 6 പിരിവുകളായിട്ട് മെയിൻ ഗുഹയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു ഗുഹയാണിത്. രാജാക്കന്മാരുടെ ഒളിത്താവളമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉലകണ്ണ നിരപ്പിലുള്ള നാട്ടുരാജാക്കന്മാർ, നാട്ടുപ്രമാണികൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലമാണിത്. ഉലകണ്ണ നിരപ്പിൽ എല്ലാം കൊണ്ടുവന്നവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കും. അതായിരുന്നു
കുറച്ച് പോവാം, പിന്നെ ബാക്കി നീന്തി പോകണം. പിന്നെ അങ്ങോട്ട് കിളിവാതല. ചീക്കല്ല. ആണെന്ന് തോന്നുന്നു. രാജാവായി ഉടനെ അന്ന് തരകനുണ്ടെന്ന് തോന്നുന്നു. ഈ കാളിയമ്പലത്തിലെ അന്ന് രക്ഷപ്പെട്ട് പോയതല്ലേ. അപ്പോൾ അന്ന് ഈ വടക്കങ്കൂർ വീരവർമ്മൻ എന്ന് പറയുന്ന ആൾ ഈ ഒളിത്താവളത്തുണ്ട്. അയാളെ ഈ രാജാവിനെ ഒരു ഉത്സവത്തിന് വിളിച്ചു വരുത്തി കൊല്ലാൻ പ്ലാനിട്ടു. ആ രഹസ്യവും ഈ പന്തിരിമല്ലം വഴിക്ക് തരകൻ അറിഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കൂടി രാജാവിനെ അവിടെ നിന്ന് രക്ഷിച്ചു. ധർമ്മരാജാവിനെ രക്ഷിച്ചു. അപ്പോൾ അതറിഞ്ഞ് അതിൻ്റെ പിന്നണി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മരാജാവ് കൽപ്പിച്ചു, ഇനി അങ്ങോട്ട് ഒരു അമ്പലം വേണ്ട, അടിച്ചു പൊളിച്ച് കളയാൻ പറ്റും. അങ്ങനെയാണ് പള്ളിക്ക് വടക്കുവശത്തുള്ള അമ്പലപ്പറമ്പ് ഇവരടിച്ചു പൊളിച്ച അമ്പലമാണ്. അവിടെ കിണറുണ്ട്, അത് നമ്മൾ കണ്ടില്ലേ? കിണറുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പുനഃപ്രതിഷ്ഠ ലക്ഷ്മീനാരായണൻ എന്ന് പറഞ്ഞ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്ന് പഴയ ഒരു വലിയ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ശരിക്കുള്ള കാളിയമ്പലം. അവിടെയല്ല ഈ എന്നാ കാളിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻസിനെ ചാവക്കാട് നിന്ന് കൊണ്ടുപോയി. ആ കഥയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ പരിസരത്താണല്ലോ ഈ വലിയ വീട്ടിൽ കളപ്പുരയൊക്കെ നമ്മൾ കണ്ടോ? അതെ അതെ. ആ കനാലിൻ്റെ അങ്ങനെ തെക്കുവശത്താണ് ഈ അമ്പലം, വടക്കുവശത്താണ് ഇവരുടെ ഇടം. ശരിക്കും അവിടെ കാളിയുടെ പ്രതിഷ്ഠയായിരുന്നു അല്ലേ? ആ കാളി പ്രതിഷ്ഠയാണ് പിന്നീട് കുര്യത്തേക്ക് മാറ്റി അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് SNDPയുടെ കയ്യിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ SNDPക്കാരുടെ അമ്പലം അത് അല്ലേ? അല്ല, അത് SNDP അല്ലെന്ന് തോന്നുന്നു. SNDPക്കാരുടെ അമ്പലം എമ്പളിലാണ്. ഇത് വേറെ, ഇത് പൊതു അമ്പലമാണ് കുര്യത്തുള്ളത്. സംഭവം നടന്നത് 1760കളിലോ 70കളിലോ രാജകൽപ്പന പ്രകാരം രാജാവിനെ അപകടപ്പെടുത്താനായിട്ട് ഗൂഢശ്രമം ഈ അമ്പലത്തിൽ നടന്നതിൻ്റെ പേരിൽ മൊത്തം അടിച്ചു പൊളിച്ചു കളഞ്ഞു. രാജാവിനെ തരകനും പന്തിരിമല്ലൻ എന്ന് പറയുന്ന ആളും ചേർന്ന് രക്ഷിച്ച് വിട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മൊത്തം അടിച്ചു പൊളിച്ചു കളഞ്ഞു. ഈ ഇതിൻ്റെ അകത്ത് കുറേ പ്രതിമകൾ കാണും. കുറേ അടിച്ചു പൊളിച്ച പ്രതിമകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം ഇതിനകത്ത് എടുത്തിട്ട് ഈ കിണറ്റിലിട്ടു. ഇത് ഒരു ചേട്ടൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെല്ലാം ഭ്രാന്ത് പിടിച്ചെന്നും പറഞ്ഞിട്ട് അത് വിറ്റു. അങ്ങനെ SNDPക്കാർ വാങ്ങി മുടിഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് ഈ അമ്പലമാണ് അങ്ങോട്ട് മാറ്റിയത്, കുര്യത്തേക്ക് മാറ്റിയതല്ലേ. അവിടുത്തെ ഉത്സവത്തിന് ഇപ്പോൾ ഇവിടെ ആന വന്ന് എന്തോ പരിപാടി നടത്തുന്നുണ്ട്. ശരിക്കും കാളിയാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ കാളിയാവിലേക്കാണ് ഇവിടെയാണ് ഈ അവരെ പറഞ്ഞു വിട്ടതൊക്കെ. ഈ നമ്മുടെ അവരുടെ കഥയനുസരിച്ച് ഈ പവലമാറ്റംകാരെയൊക്കെ പറഞ്ഞു വിട്ടത് ഈ സ്ഥലത്തേക്കായിരുന്നു. ഇവിടെയാണ് കാളി ഉണ്ടായിരുന്നത്. അപ്പോൾ കാളിയുടെ വിഗ്രഹം ഇതിനകത്ത് എടുത്തിട്ട് എല്ലാം അടിച്ചു പൊളിച്ച് കളയായത്. പലതും കുട്ടി കടലാസം ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു ഇവിടെ. ഇതിന് തൊട്ടപ്പുറത്താണ് കാളികാവ് പള്ളി, 2 പറമ്പപ്പടം. മടത്തിക്കുന്നേൽ മടത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ആയിരുന്നു കൈകാര്യം ചെയ്തത്. അവർക്ക് വീട്ടിൽ പ്രാന്തും പൊട്ടും പിടിച്ചെന്നും പറഞ്ഞൊരു അന്ധവിശ്വാസമല്ലേ ഇവർക്ക് പിടിയാവലിക്ക് കൊടുത്തെന്നാണ് പറയുന്നത് ഈ SNDPക്കാർക്ക്. ഇതിന് പുനഃപ്രതിഷ്ഠ ചെയ്തതാണ്. ഇപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു 10 കൊല്ലത്തോളമായിട്ട് RSSകാരുടെ പ്രത്യേക ഇടപെടൽ മൂലം ആനയും കൊണ്ട് ഈ പഴയ ഇടിച്ചു പൊളിച്ച അമ്പലത്തിനോട് പോകാറ് ഉണ്ടല്ലേ. ഈ ഈ ചരിത്രാഖ്യായിക അങ്ങയുടെ കയ്യിൽ കിട്ടിയ കഥ എങ്ങനെയാണ്? കിട്ടിയ കഥ ഞാൻ അട്ടപ്പാടി 977 ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ പള്ളിയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നു. എല്ലാ പള്ളികളിലും തന്നെ മാറി മാറി
അപ്പോൾ ആദ്യം ചാർജ് ഉണ്ടായിരുന്ന പള്ളിയിലെ ഒരു ഇടവക്കാരൻ വയലാക്കാരനൊരു മണലേപ്പുന്നേൽ ഉലകന്നാൻ ചേട്ടനായിരുന്നു. അപ്പോൾ അയാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു മരയലമാര അതിലുമായിട്ട് ഇരിക്കുന്നതുണ്ട്, വേറെ ഒന്നും കാണാത്തതാണ് പണി. അപ്പോൾ കടന്നോട് ചോദിച്ചപ്പോൾ കടന്നത് പറയാം, ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നയാളാണ്, അത് പുസ്തകത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അലമാരയാണ്. അപ്പോൾ അതൊന്ന് കാണാൻ അവസരം കിട്ടി. പിന്നല്ലേ പുറത്ത് നോക്കിയപ്പോൾ ഞാൻ പുസ്തകമെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അവിടെ 4 പുസ്തകങ്ങൾ കണ്ടു, വളരെ പഴമയുള്ളത്. ഇതായി പിന്നെ ഒന്ന് 52-ലെ മാർത്തോമാസികയുടെ ജൂലി വാർഷിക പതിപ്പ് ദീപ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ നമ്മുടെ ഈ കണക്ക് ബുക്ക് സൈസിലുള്ള 300 പേജുള്ള പുസ്തകം, ഈ പുസ്തകം അതൊരെണ്ണം. പിന്നെ ഈ മധ്യസ്ഥൻ എന്നും പറഞ്ഞ് പണ്ട് കാലത്തൊരു മാസിക ഉണ്ടായിരുന്നു, അത് കൂട്ടിക്കെട്ടിയ ഒരു 2-3 പുസ്തകങ്ങൾ. പിന്നെ വേറെ ഒരു പുസ്തകം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഞാൻ കണ്ടു. അപ്പോൾ ഈ പുസ്തകം വളരെ മൂല്യവത്തായ പുസ്തകങ്ങളാണ്. അതൊക്കെ എനിക്കും അറിയാം അച്ഛോ, പക്ഷേ പുസ്തകം തന്നു പിടിക്കലേ പറ്റുമോ, ഇവിടെ വേണം വന്നിരുന്ന് വായിച്ചോളാം. അങ്ങനെ ഞാൻ ഇവിടെ പോയി നിറയ്ക്ക് വായിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ വേറെ പള്ളിയില്ല. അച്ഛൻ 4 പുസ്തകം നോക്കി വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ ആ പുസ്തകത്തിൽ നോക്കൊള്ളാൻ മരിക്കുന്നതിന് മുമ്പ് തന്നതാണ്. അതാണ് പുസ്തകം. ജോയ് സാറിന് ഈ പുസ്തകം വായിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? അല്ല, അതൊരു ചരിത്ര നോവലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥകർത്താവ്. പക്ഷേ ചരിത്ര നോവൽ എന്ന് പറയുമ്പോഴത്തേക്കും ചരിത്ര സംഭവങ്ങളും പിന്നെ ഒരു നോവലിൻ്റെ കൊഴുപ്പും പൊടിപ്പൂക്കെ വയ്ക്കുകയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പം ചില കഥാപാത്രങ്ങൾ അയാൾ സൃഷ്ടിച്ചത് വരും. അങ്ങനെയുള്ളതാണ് ചരിത്ര നോവലെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ കാതൽ അതിനകത്തുണ്ട്, അത് ഉറപ്പാണ്. ഇപ്പം അങ്ങനൊരു രീതി ആദ്യം വന്നത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയൊക്കെയാണ്. മാർത്താണ്ഡവർമ്മ നോവൽ ഞാൻ വളരെ പണ്ടേ വായിച്ചിട്ടുള്ളത്. ധർമ്മരാജാവുണ്ട്. അപ്പോൾ അതൊക്കെ ചരിത്ര നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആളുകൾക്ക്, വായനക്കാർക്ക് ചരിത്രം വായിച്ച മാതിരിയുള്ളൊരു ബോറടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വരുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ ചിലരെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ എന്നിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായൊരു സാധനമാണിത്. ഇതിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി ഇതിനകത്ത് തന്നെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, നിർമ്മിക്കാൻ ഇങ്ങനെയുള്ള എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ പുള്ളിയുടെ അമ്മാവൻ്റെ ഇതൊക്കെ വീണ്ടും ആവർത്തനമാണെന്ന് എനിക്കറിയത്തില്ല. അമ്മാവൻ്റെ നിർദ്ദേശാനുസരണം ആണ് പുള്ളി ഇതിന് തുനിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കുകയും കുറച്ച് അന്വേഷണം നടത്തുകയും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പുള്ളി അതിൻ്റെ അവതരണത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി കടപ്പൂര് കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിൽ തീർച്ചയായിട്ടും സഹോദരൻ വിസിറ്റ് ചെയ്യുകയും വരികയും ചെയ്യുമ്പം പഴയ കാരണവന്മാരായ ആരെങ്കിലും അവിടെ ചെല്ലുകയോ പറയുകയൊക്കെ ചെയ്തിട്ട് ഈ ചരിത്രം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകാനുള്ള എല്ലാ ചാൻസുമുണ്ട്. അതുതന്നെയല്ല, ഈ കൂറ്റനാൽ ഫാമിലിയിൽപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് മാറി പട്ടിത്താനത്തേക്ക് താമസിച്ചതിൻ്റെ സമീപത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു വന്ന വീട്. അപ്പോൾ എനിക്ക് ആ വീടൊക്കെ അറിയാം, വളരെ അറിയാവുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നായിരിക്കും ഈ കഥാതന്തു അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവങ്ങൾ പുള്ളി നേരിട്ട് മനസ്സിലാക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബാക്കി അന്വേഷണങ്ങൾ നടത്തി. ഡോക്ടർ പി ജെ തോമസിനും ഇതേപ്പറ്റിയൊക്കെ അറിവുള്ള ആൾ തന്നെയാണ്, ഒരു സംശയമില്ല. അദ്ദേഹം കൊല്ലങ്ങാണ്ടെന്നാണ് പോയതൊക്കെ. അപ്പോൾ അങ്ങനെ ആ കണക്ഷനിലാണിത് ഉണ്ടാവാനുള്ള പശ്ചാത്തലം ഒരുങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലായത്. ചാണാപ്പാറക്കുട്ടി സാറിൻ്റെ കാര്യം പറഞ്ഞില്ല, പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരുന്നത് ചാണാപ്പാറക്കുട്ടി സാർ എന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ട്. പ്രൊഫസറുടെ അമ്മയാണ്, പ്രൊഫസറുടെ അമ്മ. ചാണാപ്പാറക്കുട്ടി സാർ എന്ന് പറഞ്ഞ പ്രൊഫസറുടെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി. ചാണാപ്പാറക്കുട്ടി സാർ കുട്ടി സാറിന് ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. പെങ്ങൾ എറണാകുളം സെൻറ്റ് തെരേസാസിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. കുട്ടി സാറ് പല സെൻറ്റ് തോമസ് കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. രണ്ടുപേരും സ്കോളേഴ്സായിരുന്നു, രണ്ടുപേരും. അപ്പോൾ അവരുടെ അമ്മ ഈ പറഞ്ഞ തോട്ടം നൽകുന്നുള്ളവരാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിനോട് വരാനും ഇവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ അവസരമുണ്ടായിരുന്നു ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് അവിടെയൊക്കെ വലിയ കാടുകളായിരുന്നു. പട്ടിത്താനത്ത് നിന്നിട്ടാണ് ഈ ധർമ്മരാജ ഇളയരാജ വരുന്നപ്പോൾ പിടിച്ചുകൊണ്ട് പോയത്.
പാവനാക്കുഴി എന്ന് പറയുന്ന കിണറ്റിലാണോ കൊല്ലകണ്ടം നേർപ്പയിൽ അല്ല. തവനാക്കുഴി എന്ന് പറയുന്നത് കിണറല്ല, അതൊരു ഗുഹയായിരുന്നു. അവിടെ 10-ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയുന്നത്. പേർഷ്യയിൽ നിന്ന് വന്ന ജനഹ എന്ന മറ്റേ പേരുള്ള ഒരു മെത്രാമൊന്നയുടെ കൂട്ടത്തിൽ 2 സന്യാസിമാരുണ്ടായിരുന്നു. അപ്പം മെത്രാൻ പോയപ്പോൾ ഈ സന്യാസിമാർ അവിടെ തങ്ങി സേവനമായിട്ട്. അപ്പോൾ അവർ താമസിച്ച ആശ്രമമാണ്. മെത്രാൻ എവിടെ നിന്നുള്ള ആളായിരുന്നു? പേർഷ്യ, ഇപ്പോഴത്തെ ഇറാഖോ മറ്റാണ്. അത് 9-10 നൂറ്റാണ്ടാണ്. പേർഷ്യ എന്നുള്ള മെത്രാൻ ഇവിടെ ഭരിച്ചിരുന്നു. അവരായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഈ എന്തോന്ന് സെൻറ്റ് തോമസ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്, തെളിവുകളില്ല. അതിന് മുമ്പ് പേർഷ്യക്കാരായിരുന്നു ഇവിടെ. അല്ല, പേർഷ്യക്കാരെന്ന് പറയുന്നത് ഈ 8-ാം നൂറ്റാണ്ടിന് പരിസരത്ത് 5-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായിരുന്ന ഒരു യൂറോപ്യൻ കോസ്മാസ് എന്ന് പറയുന്ന ഒരു ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേർഷ്യ എന്ന് പറയുന്നത് ഇവിടെ സിറിയ, ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറയുന്ന ഏരിയ ഇല്ലേ? അവിടുന്ന് ഉള്ളവർ ഇവിടെ വന്നിരുന്നു. അവിടുന്നാണ് ഇങ്ങോട്ട് വരവ് കച്ചവടക്കാർ വന്നുകൊണ്ടിരുന്നത്. പേർഷ്യ. പക്ഷെ പേർഷ്യക്കാരിവിടെ മെത്രാന്മാരിവിടെ ഭരിച്ചിരുന്നോ? ഉണ്ട്. അങ്ങനെയല്ല ഈ പോർച്ചുഗീസുകാർ വഴക്കുണ്ടാക്കിയത്. അവിടുന്ന് ഒരു മെത്രാമെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് കൊന്നു. ഒരു മെത്രാനെ അവർ പറഞ്ഞയച്ചവനെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ മെത്രാനെ ഇവർ കൊച്ചിക്കായൽ താത്തി കൊന്നു എന്നൊക്കെയാണ് പറയണത്. അതല്ല പിടിച്ചു കൊണ്ടുപോയി ദൂരെ എങ്ങാണ്ട് വിട്ടേ ഉള്ളൂ എന്ന് അങ്ങനെ പറയും. അങ്ങനെയാണ് ഈ പുനഃകുരിശത്തേക്ക് ഉണ്ടായത്. അവർ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു. പേർഷ്യൻ മേധാവിത്വത്തെ അവർ പരമാവധി കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് ഇവിടെ തിരിവുണ്ടായതേ. പുത്തൻ കൂട്ടുകാരും പഴയ കൂട്ടുകാരും പല സഭകളായിട്ട് തിരിഞ്ഞതെല്ലാം അങ്ങനെയല്ലേ. പാവനാക്കുഴി എന്ന് പറയുന്ന ഗുഹ മാത്രമേ ഉള്ളൂ. അല്ല, ഗുഹ ഇവർ താമസിച്ചിരുന്ന അവിടെ ആശ്രമം. കെട്ടിടമില്ല, ഗുഹയ്ക്കകത്ത് താമസിച്ചത്. അപ്പം ആ ഗുഹ ഈ പുതിയ ഉടമകൾ ഹിന്ദുക്കളാണ് പോലെ അവർ മൂടിക്കളഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. ഈ പെപ്പിൻ പറഞ്ഞത്. ഗീവർഗീസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഗീവർഗീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അത് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പുസ്തകത്തിൽ നോക്കി പറയാം. കുരിശൻ്റെ ഗീവർഗീസ്. പിന്നെ എവിടെയൊക്കെയാണ് ഇവർ അടക്കിയിരിക്കുന്നത്? അത് കൃത്യമായിട്ട് ഒരു രേഖാചിത്രം ഞാൻ 11-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഭരിച്ചിരുന്ന എല്ലാ അർക്കദിയാക്കോന്മാരുടെ പേരും ഏതൊക്കെ എവിടെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിലുണ്ട്. പക്ഷെ അത് വേണം നോക്കി പറയാം, അല്ലാണ്ട് എനിക്കിപ്പം അർക്കദിയാക്കന്മാരുടെ നാമത്തെക്കുറിച്ചും പദവികളെക്കുറിച്ചും പല തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അർക്കദിയാക്കോൻ ഇന്ത്യ മുഴുവൻ്റെയും കോൽഹന്തോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. നിക്യ സിനോദോസിൽ AD 325 മാർ യോഹന്നാൻ പേർഷ്യയുടെയും ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പോലിത്ത എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് തെറ്റായി ധരിച്ചിരിക്കുന്നതാണ്. അർക്കദിയാക്കോനും ആർച്ച് ഡീക്കനും 2 ഇവർ വൈദികരല്ല. ആർക്കയൂസ്, അർക്കദിയാക്കോൻ ഒറ്റ വാക്കാണ്. ആർക്ക് ഡിയാക്കോൻ, ആർക്ക് ഡീക്കൻ, പ്രധാന ശുശ്രൂഷി, ചെമ്മാച്ചൻ. ഇവർ വിദേശത്ത് നിന്ന് വന്നവർ. അതിന് തെളിവായിട്ടാണ് വന്നത്. റൈറ്റസ് എന്ന് പറയുക റീത്ത്, ലൈത്തർഗി എന്ന ലിറ്റർജി, നസ്രേനീസ് എന്ന നസ്രായൻ, ജുദേറിയൻ എന്ന യഹൂദൻ. ഇങ്ങനെയുള്ള പല ഗ്രീക്ക് വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആർക്കയൂസ് എന്നുള്ളത് അർക്കദിയാക്കോനാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഡ്രസ് കോഡ് ഒരിക്കലും ഒരു മെത്രാൻ്റെയോ വൈദികൻ്റെയോ അല്ല. കസേരയാണെങ്കിൽ പുരാണ വീടുകളിൽ കാണുന്ന സാധാ കസേര. കയ്യിലെ കുരിശ് മാർത്തോമ കുരിശല്ല. വലത് കൈയിൽ തല കുത്തിപ്പിടിച്ചിരിക്കുന്ന പുസ്തകം. ബൈബിൾ ആണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ പിടിക്കില്ല. ഫാദർ പ്ലാസിഡ് പൊടിവാറ അർക്കദിയാനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവർ മാർത്തോമ ക്രിസ്ത്യാനിയുടെ യുവരാജാവും മേധാവിയുമായി വർത്തിക്കുന്നു. ജാതിക്ക് കർത്തിവൻ. വിദേശവാസികളായ പാലയൂര് വിദ്യാസമ്പന്നരായ ബ്രാഹ്മണർ, വിദേശ സ്വദേശ ഭാഷകൾ അറിയാവുന്ന വിദ്യാസമ്പന്നർ. ഈ കാരണത്താൽ എല്ലാ ജാതിക്കാർക്കും പ്രിയപ്പെട്ടവർ. രാജഭക്തനായ കൂറ്റൻ മാപ്പിള രാമവർമ്മ മഹാരാജാവിനെ തിരുവിതാംകൂർ രാജസിംഹാസനത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച വേലുത്തമ്പി ദളവ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും സംരക്ഷിച്ച് ഏറ്റുമാനൂർ ദേവസ്വം അധികാരിയെ ഏൽപ്പിക്കുകയും ചെയ്യാൻ രാജാവിൻ്റെ കിരീടധാരണത്തിന് ശേഷം വാളും പരിചയും മോതിരവും ധരിച്ച് നടക്കുവാനുള്ള അവകാശം രാജകുടുംബത്തിൽ നിന്ന് ലഭിച്ചു.
തോമസ് ലീഗ കേരളത്തിൽ വന്ന് പാലയൂര് പിന്നെ ക്രൈസ്തവ സ്ഥാപിച്ചു എന്ന് പറയാം. മാമോദിസ മുക്കി കുറേ പേര്. അപ്പോൾ അത് ബ്രാഹ്മൺസ് ആയിരുന്നു. അപ്പോൾ അവർ ക്രിസ്ത്യാനികളായി. അങ്ങനെ ഒരു രണ്ട് നൂറ്റാണ്ടുകൾ അവിടെ അവർ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർക്കൊരു നേതൃത്വം ഇല്ലാതെ പോയി. അപ്പോൾ അവരെ അവിടുന്ന് കുറേ പേര് പിന്നെ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല. എന്നിട്ട് പിന്നെ അപ്പോൾ ബാക്കിയുള്ളവർ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. കൊറളങ്ങാന ഭാഗത്ത് താമസിച്ചു. 4 ഫാമിലീസ്. അത് പകലാമറ്റം, കള്ളി, ശങ്കരവരി, കാളികാവ്. അപ്പോൾ ആ 4 കുടുംബങ്ങൾ ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ്. അതിൽ പകലാമറ്റംകാരാണ് ഇവിടെ വന്ന് താമസിച്ചത്. അപ്പം പിന്നീട് ആ കുടുംബത്തിൽപ്പെട്ട ഇവിടുന്നാണ് അർക്കതയാക്കന്മാർ. പിന്നെ അവർക്ക് സഭയിൽ ഒരു നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ പകലാമറ്റം കുടുംബത്തിൽ നിന്ന് അർക്കതയാക്കന്മാരുണ്ടായി. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് മാത്രമേ അർക്കതയാക്കന്മാരുള്ളൂ. ഇട്ടിട്ടുണ്ട് ഞാൻ. പുള്ളി 1-ാം നൂറ്റാണ്ട് ഇവിടുന്ന് പറ്റി. ഈ കൊലകണ്ടനിരപ്പ് എന്ന് പറയാൻ കാര്യമല്ല ഈ പ്രദേശത്തിന്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം പടവത്ത് നായന്മാരുടെ കൈവശം ഉള്ള ഭൂമിയായിരുന്നു. ഇവിടെ അവരുടെ നായന്മാരുടെ കൊട്ടാരവും അതിനോട് ബന്ധിച്ചുള്ള കുളങ്ങൾ, കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഭരിച്ചിരുന്ന ആ സമയത്ത് ഒന്ന് ഓഫ് ചെയ്യാം. കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് നായന്മാരുടെ കൊട്ടാരം ഉണ്ടായിരുന്നു. നായന്മാർ ഒരു കാലത്ത് ക്ഷയിച്ചു പോയപ്പം അത് പിന്നീട് ക്രിസ്ത്യാനികളല്ല, മാർത്തോമ ക്രിസ്ത്യാനികളുടെ കൈവശം വരികയും അവരത് നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗങ്ങളെല്ലാം തെളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേസമയം ഈ നായന്മാരുടെ കൊട്ടാരം ഉണ്ടായിരുന്ന കൊട്ടാരവും ആ കൊട്ടാരത്തിനോട് ബന്ധിച്ച് അവർ ഉപയോഗിച്ചിരുന്ന കുളവും ഇപ്പം നിലവിലുണ്ട്. അവനാക്കുഴി എന്ന് പറഞ്ഞൊരു തുരങ്കമില്ലായിരുന്നു. അതിനുശേഷം ഈ കൊട്ടാരത്തിന് മുകൾവശമായിട്ടാണ് ഈ അവനാകുഴി എന്ന് പറയുന്ന സ്ഥലം, ഗുഹ. ഈ അവനാകുഴി ഗുഹ അത് ഒരുപക്ഷെ അവിടുന്ന് ആ ഗുഹയുടെ കുറേ ദൂരം ഇങ്ങോട്ടുണ്ട്. പക്ഷേ എന്തോത്ര ഉണ്ടോയെന്നോ എങ്ങനെയുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവനാകുഴി എന്ന സ്ഥലം എന്ന് പറയുന്ന ഇപ്പം ക്ലാരറ്റ് ഭവൻകാരുടെ ക്ലാരീഷ്യൻ സഭയുടെ കൈവശമാണ് ഇരിക്കുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന നായന്മാരുടെ കൊട്ടാരം അവരുടെ ആ കാലത്തുണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ആ അവനാകുഴി ഈ നായന്മാരുടെ ഭരിച്ചിരുന്ന കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മുകളിൽ കൊലകണ്ടനിരപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കൊലകണ്ടനിരപ്പിലാണ് അവിടെ ശിക്ഷാവിധി നടത്തിക്കൊണ്ടിരുന്നത്. കുറ്റവാളികളെ വധിച്ചുകൊണ്ടിരുന്നത്, കഴുത്ത് വെട്ടിക്കൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് കൊലകണ്ടനിരപ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ചതുരാകൃതിയിലുള്ള പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് ചിരച്ഛേദനം നടത്തിയിരുന്നത്. ഇപ്പോൾ ആ സ്ഥലം കുറച്ച് ഭാഗം ക്ലാരീഷ്യൻകാരുടെ പേരിലും കുറച്ച് ഭാഗം പ്രൈവറ്റ് വ്യക്തികളുടെ പേരിലുമാണ് കിടക്കുന്നത്. ഇപ്പോൾ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടോ നേരത്തെ? ആ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അവിടെയൊക്കെ ആ ഏരിയ മുഴുവനും നന്നായി കാണുകയും ഞാൻ അവിടെ പോയിട്ടുമുണ്ട്. അത് മുഴുവൻ കണ്ടിട്ടുണ്ട്. കൊലകണ്ടനിരപ്പ് കണ്ടിട്ടുണ്ട്. അവനാകുഴി എന്ന് പറയുന്നത് അത്രയും താഴെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇതൊരു വലിയ തുരങ്കമായിരുന്നു അല്ലേ? ഈ തുരങ്കം ഉള്ളിലേക്ക് ഏകദേശം 3-4 കിലോമീറ്റർ പട്ടിത്താനം വരെ നീണ്ടു കിടപ്പുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് അറിയത്തില്ല നമുക്ക്. ഈ വീടിന് 100 വർഷത്തിന് മുകളിൽ 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. എൻ്റെ ഫാദറെ തൃശ്ശനാപ്പള്ളിയിൽ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചതാണ്. അത് ഇവിടുന്ന് അന്ന് ഇവിടെ ഹൈസ്കൂളിലായിരുന്നു. ഇവിടുന്ന് നടന്നു പോയാണ് പാലായിക്ക് പോയി പഠിച്ചിരുന്നത്. ഹൈസ്കൂൾ ഇവിടുന്ന് ഇതിലുള്ള വഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു.
അന്ന് ആനയും കടുവായും ഉണ്ടായിരുന്ന സ്ഥലം അവിടെയൊക്കെ. ആനയും കടുവായും ചെറുത്തിനും എല്ലാം ഉണ്ടായിരുന്ന നമ്മുടെ ആ കുളമില്ല അവിടെയൊക്കെ ആദ്യകാലങ്ങളിലാണ് കേട്ടറിവ് ഈ പുരാതന മുമ്പേ പറഞ്ഞല്ലോ, ഈ സവർണരല്ലാത്ത അവർണർ തീണ്ടലും തൊടിയിലുണ്ടാകുന്ന കാലത്ത് ഈ തീണ്ടുന്നവനെ കൊണ്ടുപോയി ദൂരെ വനത്തിൽ വധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൊലക്കളമാണിത്. അതായത് അവന് കൊല്ലപ്പെടാൻ ശിക്ഷ എടുക്കാൻ പോലും നാട്ടിൻപുറത്ത് പറ്റിയ ദൂരെ വേണം. വഴി നടക്കാൻ സവർണറുടെ നടക്കുന്നിടത്ത് വഴി നടക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നത് താണിയാധികാർക്ക്. അവർ കൊല്ലപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കൊലക്കളമാണിത് അന്ന് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നീട് ഇത് CMS മിഷണറിമാർ ഏറ്റെടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഈ നമ്മുടെ കോട്ടയത്തുള്ള കോളേജ് ഉണ്ടല്ലോ, CMS കോളേജ്, ബേക്കൽ കോളേജ്, അതെ, ആ ബേക്കർ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ബേക്കൽ വാസ്തവത്തിൻ്റെ പേര്. അവർ ആ സഭയിൽപ്പെട്ടവർ ഈ സ്ഥലം വാങ്ങിച്ചു ഇവിടെ ഒരു സ്കൂളിൻ്റെ അടിത്തറയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ അടുത്ത പുരടത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ സിമെന്റിന്റെ തറയൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൻ്റെ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ സ്കൂളല്ലായിരുന്നു. പോർച്ചുഗീസുകാരല്ല, CMS ബ്രിട്ടീഷുകാരാണ്. പോർച്ചുഗീസുകാരുടെ പുള്ളി തെറ്റിച്ചിരിക്കുന്ന പോർച്ചുഗീസുകാർ കത്തോലിക്കരാണ്. അവർ ബ്രിട്ടീഷുകാരായ CMS പ്രൊട്ടക്ഷൻ മിഷണറിമാരാണ് ഈ സ്ഥലം വാങ്ങിച്ചിരുന്നത്. അവരുടെ കാലത്ത് വലിയ കാറ്റൊക്കെ ഉണ്ടായി ഇവിടെ നാശം വന്നു. ഈ സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. പിന്നെ പ്ലേഗ് ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. പ്ലേഗ് വന്ന് ഇവിടുത്തെ കോളനികളെല്ലാം പിന്നെ ഒരുപാട് പേര് മരണം വന്നപ്പോൾ ഇവിടെ നിന്നെല്ലാം വിട്ടുപോയി. അത് പിശാചുബാധയാണെന്നുള്ള ഒരു അന്ധവിശ്വാസം. 1870 കാലത്തിൽ അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇവിടെ നിർജ്ജനമായിട്ട് വന്നു. ആ നിർജ്ജന പ്രദേശം എൻ്റെ വല്യപ്പൻ്റെ അപ്പനായിട്ട് വാങ്ങിച്ചു. നസ്രാണി തൊമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാരണവർ. ഇവിടെ കിണറിപ്പുണ്ടോ? വരക്കാണ്ട് കാണിച്ചു. കല്ലാണ്, വെട്ടുകല്ലാണിത്. അരങ്ങാനുള്ള കിണറാത്. ഇതിൻ്റെ കാലത്തെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇത് ഞങ്ങൾ CMS കാലിൽ ഞങ്ങൾ വാങ്ങുന്ന ഈ കിണറുണ്ട്. ആ, നമ്മുടെ പഴയ കാരണന്മാർ 4 തലമുറയോ? ഇപ്പം ഞങ്ങൾ വാങ്ങിയിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് കാരണന്മാർക്ക് വാങ്ങി. അതായത് ഇവരുടെ കുടുംബക്കാർ പടവത്തുകാരും ഞങ്ങളും ഒക്കെ ഇവിടുത്തെ പുരാതന ജീവികളാണ്. പാത്ത് ഓഫ് ഡോൾമെൻസിലുള്ള ഒരു വലിയ കല്ലറയാണ് ഈ പ്രദേശത്തുള്ളൊരു വലിയ ഡോൾമെനാണിത്. ഡോൾമെൻസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലുള്ള കല്ലറ തന്നെയാണിത്. അതേ ഷേപ്പിലും അതേ പോർട്ട് ഹോൾ സിസ്റ്റമുള്ള കല്ലറയാണ് ഇവിടെയുള്ളത്. ഈ യഹൂദരുടെ ലോസ്റ്റ് ട്രൈബ്സിൻ്റെ സഞ്ചാരപഥത്തിലുള്ള ഒരു ഇടമാണ് കുറവലങ്ങാട്, കുരിയം, മീനച്ചിലാറിൻ്റെ തീരത്തൊക്കെയുള്ള കല്ലറകൾ ഈ തരത്തിലുള്ളതാണ്. 2300 വർഷം മുമ്പ് യഹൂദർ ലോസ്റ്റ് ട്രൈബ്സിൽ പെട്ടവർ ഇവിടെ എല്ലാം വസിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനുള്ള ആയതുകൊണ്ട് യഹൂദരുടെ കല്ലറയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡോൾമെനെ കുറിച്ചൊന്ന് പറയാമോ? ഈ ഡോൾമെനെ കുറിച്ച് നമ്മുടെ ബെൻഹർ സാറിൻ്റെ വിവരണ പ്രകാരം വെച്ച് നോക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറാണത്. അതുകൊണ്ട് തന്നെ ഒരു യഹൂദ കല്ലറയാണ് എന്നുള്ളതാണ്. എത്ര വർഷം പഴക്കം ഉണ്ടാവും? 2300 വർഷം പഴക്കമുള്ളതായിട്ടുള്ള കാർബൺ ഡേറ്റിംഗ് കാണാം. കാർബൺ ഡേറ്റിംഗ്. ഈ കുറവലങ്ങാട്, കുരിയം ഈ പ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ കല്ലറകൾ ഉണ്ടായിരുന്നു അല്ലേ? പഴയകാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 3 പീടിക കളത്തൂർ ഭാഗത്തുള്ളതായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. 3 പീടിക യഹൂദ അധിവാസ കേന്ദ്രത്തിൻ്റെ ഒരു തെളിവാണ്. ഓ, ഇവിടെ അടുത്ത് നന്നങ്ങാടികളും വേറെ
ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. കിട്ടിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അത് ഈ നമ്മുടെ കൊലകണ്ടം നിരപ്പിൽ കൊലകണ്ടം നിരപ്പിൽ എന്താ ഉള്ളത്? കൊലകണ്ടം നിരപ്പിൽ നന്നങ്ങാടി കിട്ടിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ പകലോമറ്റം തറവാട്ടുപള്ളിയുടെ അടുത്തുനിന്ന് കൊലകണ്ടം നിരപ്പിലേക്കുള്ള റോഡ് വെട്ടിയപ്പോൾ അവിടെ നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉമ്മി നിറച്ചിട്ടുള്ള നന്നങ്ങാടികൾ കിട്ടിയിട്ടുള്ള പറയുന്നുണ്ട്. പഴയ MC റോഡ് ഇതിനടുത്തൂടെയാണ് കടന്നു പോകുന്നത്, അതേക്കുറിച്ച് പറയാമോ? പഴയ MC റോഡ് ഈ കടപ്പൂരുന്ന ഇതിലെ ഒരു തൊണ്ടുവഴി ഉള്ളതായിട്ടുള്ള ഒരു തൊണ്ടുവഴി 1770 രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഈ ടിപ്പുവിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഹൈദറിൻ്റെ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ടുള്ള പടയോട്ടത്തിനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അല്പം 5-6 മീറ്റർ വീതിയിൽ ഉള്ള റോഡാണ് അത്. അങ്ങനെയാണ് MC റോഡ് ആദ്യമായിട്ട് തുറന്നേക്കണേ. പക്ഷെ അതിന് മുമ്പുള്ള ഈ തൊണ്ടുവഴികളാണ് അത്. ഈ പോരുന്ന ഇങ്ങനെ ഇതിനിടയ്ക്കുള്ളൊരു ഇങ്ങനെ കടപ്പൂർ ഭാഗത്തേക്ക് കടന്നുള്ളൊരു തൊണ്ടുവഴിയുള്ളതായിട്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് കടപ്പൂർ ഭാഗത്തോടെ കടന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിലെ കുറവലങ്ങാട്ട് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു വഴിയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ നോക്കിയിട്ടുണ്ട്. കുറേയേറെ തൊണ്ടുകൾ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട്, സാധിച്ചിട്ടുണ്ട്. പുതിയ MC റോഡിന് പാരലായിട്ട് ആ വഴിയുണ്ട്. ശരാശരി അതന്നെ. ഈ കാളിയാവ് ക്ഷേത്രമൊക്കെ അതിൽ വരുമോ? ക്ഷേത്രത്തിനൊക്കെ അടുത്തോടെ അതിന് ബന്ധമായിട്ട് തന്നെ. അല്ല, അവിടെ ഈ മറ്റേ അതിൽ ബൗണ്ടറി ഉള്ള കളം ഉണ്ടായിരുന്നു. ശരിയാണോ നമുക്ക്? അവിടെ മണ്ണ് കൊണ്ട് തിരിച്ച ഒരു കളം ഉണ്ടായിരുന്നു. അത് തന്നെയത്. അതൊക്കെ റോഡ് ഇപ്പം റോഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ നിരത്തി. അല്ല, അത് കൂടാതെ കിണറ് വേറെ ഇല്ല, ആ കിണറിലാണ്. പിന്നെ ഇവിടെയൊന്നും അല്ല, അപ്പുറത്തെ കുഴിയിലാ. വക്കച്ചേട്ടൻ ഇപ്പോൾ ഉള്ള സ്ഥലമില്ലേ, അവിടെയാന്ന്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളെ ഇവിടെ വന്നിട്ട്? നിങ്ങൾ കുരിയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ? പിന്നെ കഴിഞ്ഞ മുമ്പ് ഞാനുള്ള. അതെ, പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ചരിത്രത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ യമുനാക്കുഴിയില്ലേ, അവനാവഴി, അതെങ്ങനെയാ പേര് വന്നത്? യമുനാക്കുഴി എന്ന് പറയുന്ന ആ പേര് എനിക്ക് എങ്ങനെ വന്നെന്ന് അറിയത്തില്ല. അത് കുറേ താഴെയാണ്. പിന്നെ കൊലകണ്ടം നിരപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ട് കാരണവന്മാർ കാണിച്ചു തന്ന സ്ഥലവും മനുഷ്യർ ഇവിടെ കയറിയിടാത്ത സ്ഥലവുമായിരുന്നു. അതാണ് ഈ അവിടെ എൻ്റെ അതായത് ചിലപ്പോൾ അവിടെ ഒരു പുല്ല് പോലും കളിക്കലാവുന്നു. അങ്ങനെ നടന്ന സ്ഥലം. അതായത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് രാജഭരണകാലത്ത് കുറ്റവാളികളെ കൊണ്ടുവന്ന് തൂക്കിക്കൊണ്ടുകൊണ്ടിരുന്ന സ്ഥലത്താണ്. അല്ലാതെ കൊലകണ്ടം എന്ന് പറയണത് അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും. തോമസ് ചേട്ടനെ കാണിക്കാൻ കൊണ്ടുപോയി, ഞാൻ കാണിച്ചു കേട്ടോ. രമേശൻ്റെ വീട് പറയാം. ഇവിടെയാണ് ചതുരമുണ്ട്. ഇതൊരു ഏകദേശം ഒരു കുറേ 10-30-40 മീറ്റർ നീളത്തിൽ ഉണ്ടാകുന്ന ഒരു വട്ടക്കളമാണ്. ഇതിന് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ മതിലും ഉണ്ടാകും. ആ കാലക്രമേണ മഴ പെയ്തും കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി നിരത്തിയൊക്കെ അതില്ലാതെ ആയതാണ്. ഇവിടെ വെച്ചാണ് കൊല നടത്തിയിരുന്നത്. ഇവിടെ ആയിരുന്നു പണ്ട്. പിന്നെ അവർണരായ താണജാതിക്കയിൽപ്പെട്ടവർക്ക് വധശിക്ഷ കൊടുത്തിരുന്നത്. അതിന് കാലഘട്ടം അറിയോ? അതിൻ്റെ കാലഘട്ടം പറഞ്ഞു കേട്ടുള്ള അറിവുകൾ, മിത്തോളജി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കേട്ടറിവുകൾ, രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഈ സ്ഥലം ആരുടെ? ഇതിപ്പോൾ ഇതിപ്പോൾ ഈ ആ കാണുന്ന കുരിച്ചിയാനിയൽ ജോമോൻ എന്ന ആളുടെ കൈവശല. മൺകട്ടയെല്ലാം നിരത്തി അതൊക്കെ നിരത്തി കൃഷി ആവശ്യത്തിന് കൃഷി ചെയ്യാൻ വേണ്ടി. അന്നൊക്കെ കപ്പ കൃഷിയാണ്, കപ്പ ഇഞ്ചിയൊക്കെ. അത് അവർ 5 സെൻറ്റ് ഇവിടെ മേടിച്ചില്ല. അവർ രാജമുദ്രി എന്ന് വന്ന് പറഞ്ഞില്ല നമ്മുടെ പാലയൂര്. അത് ഏത് വർഷമാണെന്നറിയാം? അതറിയാമല്ലോ. ആ വന്ന സ്ഥലം ഏതാ? പാലയൂർ വന്ന് താമസിച്ച് ബ്രാഹ്മണർ എവിടെ നിന്ന് വന്നവരാ? ആന്ധ്രാപ്രദേശിലെ, അത് എൻ്റെ പുസ്തകത്തിൽ, ആന്ധ്രാപ്രദേശിലെ രായലസീമ ബ്രാഹ്മണര് പാലയൂർ വന്ന്. അതെന്തിനാ അവരവിടെ നിന്ന് പോകുന്നതെന്ന് അറിയാമോ? അത്
ബ്രാഹ്മിൻസ് ആയിരുന്നല്ലേ? ബ്രാഹ്മിൻസ് ആയിരുന്നു. അവർ ഈ പാലൂർ വന്ന് പള്ളി വെച്ച് താമസിക്കുമായിരുന്നു അല്ലെങ്കിൽ അവർ പാലൂരത്ത് പാലൂർ വന്ന് താമസിച്ച 72 ഗ്രാമങ്ങളാണ്, 72 ഗ്രാമങ്ങളാണ് പിന്നെ ഉണ്ടായിരുന്നത്. അന്ന് പരശുരാമൻ അവർക്ക് അവിടെ പറിച്ചു കൊടുത്തതാണ്. അതിൽ മുന്തിയ 32 ബ്രാഹ്മൺ കുടുംബങ്ങളിൽ നിന്നും വിദ്യാസമ്പന്നരായ 4 കുടുംബക്കാരാണ് തോമസ് ജോൺസനെ പഠിച്ചത്. പകല് അവിടെ പാലയൂരിൽ നിന്ന് വന്ന നമ്പൂതിരിമാരാന്നല്ലേ പറയാം? അല്ല, പാലയൂര് തോമസ് ലിയ, പിന്നെ തോമസ് ലിയയാൽ പിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തിയ 4 കുടുംബങ്ങളാണെന്നാണല്ലോ പറയുന്നത് പാലയൂര്. അതിൽ ശങ്കരപുരി, കള്ളി, കാളികാവ്, പകലമറ്റം 4 കുടുംബക്കാരാണ്. ആ 4 കുടുംബക്കാരും ഈ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രമനുസരിച്ച് പാലയൂരിൽ നിന്ന് ഈ നമ്പൂതിരിമാരെന്ന് പറയത്തില്ല, നമ്പൂതിരിമാർ 7-ാം നൂറ്റാണ്ട് മുതലാണ് നമ്പൂതിരിമാർ. പക്ഷേ അമ്പലവാസികളായിരുന്നു. അപ്പോൾ അവർ അന്നത്തെ കാലത്തെ ഇതനുസരിച്ച് അമ്പലവാസികളായാലും പിന്നീട് വന്നൊരു നമ്പൂതിരിമാരാണ് ഇവർ. അത് എത്രമാത്രം ശരിയുണ്ടെന്ന് ഏതായാലും ഈ 4 കുടുംബങ്ങളെ അവിടെ ഈ പിന്നെ 1-ാം നൂറ്റാണ്ട് AD 52-ലാണല്ലോ തോമസ് ലിയ വന്നത്. 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സഹകുടുംബങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നാണ് പറയുന്നത്. മറ്റൊരു ഹിന്ദുമതത്തിൽ തന്നെ വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം ഈ 4 കുടുംബങ്ങളും അവിടുന്ന് പാലയൂരിൽ നിന്ന് അങ്കമാലി വഴി പിന്നെ അങ്കമാലി താമസിച്ച് അന്ന് ഈ ജലാശയങ്ങളിൽ കൂടെയാണ് അവിടെ നിന്ന് കടുത്തിരുത്തി വന്നെന്നാണ് പറയുന്നത്. ആ കടുത്തിരുത്തി വന്നിട്ട് അവിടുന്ന് പിന്നെ താമസത്തിനായിട്ട് കുറലങ്ങാട്ട് വന്നു. അപ്പോൾ ഈ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കീഴിലാണല്ലോ ഈ പ്രദേശങ്ങളെല്ലാം. കാളികാവ് അമ്പലം അന്നും ഉണ്ട്. അപ്പോൾ കാളികാവ് അമ്പലത്തിൻ്റെ അവിടെ ഇവർ ഏറ്റുമാനൂർ അമ്പലത്തിൽ ചെന്ന്
സ്ഥലം ചോദിച്ചപ്പം ഇവരെ ഈ കാളികാവ് അമ്പലത്തിൻ്റെ അടുത്ത് കൊടുക്കണം. അതിനെ പറ്റി വേറൊരു ഇതിഹാസം ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവർ അവിടെ താമസിച്ചാൽ അവർ രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ച് അത് ഐതിഹ്യ ആണെന്ന് വിചാരിച്ചാൽ ഇവരവിടെ താമസിക്കാൻ. ഏതായാലും ഇവർ ഈ 4 കുടുംബങ്ങളും അവിടെ താമസിച്ചു. അവിടെ താമസിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം കുറലങ്ങാട് ഇപ്പം ഇരിക്കുന്ന പള്ളിയുടെ തെക്ക് വശത്ത് തെക്കേടത്ത് എന്നുള്ള വീട്ടുപേര് ശങ്കരപുരിയുടെ തെക്കേടത്ത് അവരും പിന്നെ പള്ളി വീടും തെക്ക് വശത്ത് പകലുമറ്റം വടക്ക് വശത്ത് ആയിട്ട് താമസിച്ചെന്നാണ് പറയുന്നത്. ഏതായാലും അവിടെ നിന്ന് താമസിച്ച് ഈ തെക്കേടത്ത് കുടുംബം പിന്നെ ശങ്കരപുരിയുടെ തെക്കേടത്ത് കുടുംബം അവിടെ നിന്നാണ് വയലായിക്ക് പോകുന്നത്. വയലായിൽ പിന്നെ കുറേയധികം കുടുംബങ്ങളുണ്ട്. അവിടുന്ന് വയലായി അന്ന് കുറലങ്ങാട് പള്ളിയുടെ കീഴിലാണ് വയലായി. അപ്പോൾ അവിടെ വയലായിൽ പിന്നെ അച്ഛനെ ഈ ശങ്കരപുരിയിലെ ഒരു അച്ഛനെ പ്രായമായ അച്ഛൻ കുറലങ്ങാട്ട് നിന്ന്. അപ്പോൾ ആ പ്രായമായ അച്ഛന് അന്ന് പള്ളിയിൽ വീടുകളിൽ തന്നെയാണല്ലോ താമസം. അപ്പോൾ അവിടുന്ന് ഈ പ്രായമായ അച്ഛന് ബുദ്ധിമുട്ട് വന്നപ്പം കുറലങ്ങാട്ട് വന്ന് താമസിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ അവർ ഏറ്റുമാനൂർ സ്വാമിമാരുടെ ഇതിൽ ഈ പട്ടണവിടെ നിന്നുള്ള വീട്ടുകാർ വന്നത് എൻ്റെ വല്യപ്പൻ്റെ വീട് അത് പിന്നെ ഈ ഏറ്റുമാനൂർ സ്വാമിമാരോട് വാങ്ങിച്ചു. അത് ആ വാറ്റാനി തിയേറ്ററിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്ത് കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്. അവിടെ താമസിച്ച് അച്ഛനും അച്ഛൻ്റെ 3 സഹോദരന്മാരും 2 സഹോദരന്മാരും കൂടെ ഇങ്ങോട്ട് പോകുന്നു. ആ സഹോദരന്മാരിൽ ഒരാളാണ് എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ശാഖകളുണ്ടായാണ് വെള്ളാക്കൽ, കടുത്തിരുത്തി, ചെറുകര ഇതൊക്കെ ഈ 2 സഹോദരങ്ങളുടെ മക്കളാണ്. ആ മക്കളുടെ മക്കളാണ് ഞങ്ങൾ. അപ്പോൾ അത് ഈ കുറലങ്ങാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ വയലായിൽ നിന്ന് തിരിച്ചു വന്ന 2 സഹോദരങ്ങളുടെ മക്കളാണ് ഞങ്ങൾ. മറ്റവരെല്ലാം അവിടെ തന്നെയാണ് തുടരുന്നത്. അവിടെ തന്നെ തുടരുന്നതിലാണ് ഈ അവിടുത്തെ പിന്നെ തെക്കേടത്തും മറ്റു ഫാമിലിയൊക്കെ. അതുപോലെ തേക്കൻകാട്ടിൽ അഡ്വക്കറ്റ് ഉണ്ടല്ലോ, അഡ്വക്കറ്റിൻ്റെ ഫാദറ് ഈ കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. പുള്ളിയുടെ 2-3 മക്കളിൽ ഒരാളെ ഞങ്ങളൊന്നിച്ച് കുറലങ്ങാട്ട് പഠിക്കുക. ഞാൻ മരിച്ചുപോയി, സെബാസ്റ്റ്യൻ. അനിയനാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു 10-30 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ നിരവത്ത് അച്ഛൻ്റെ ഫാമിലിയൊക്കെ. അവർ പിന്നെ അവിടെ തന്നെ താമസമാണെങ്കിലും ഞങ്ങൾ കുറേ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മലബാറിലേക്ക് പാലക്കാട്ടേക്കും 2-3 ഫാമിലി പോയിട്ടുണ്ട്. അതിൽ ഒരു കുടുംബം ഇപ്പോഴും കാസർഗോഡ് താമസിക്കുന്നുണ്ട്. ചെട്ടിയാകുന്നേൽ ഫാമിലി ഞാൻ പറയാൻ വന്നത് അതാണ്. ചെട്ടിയാകുന്നേൽ ഫാമിലിയാണ് ഈ കളത്തൂരുള്ളത്. ആ ചെട്ടിയാകുന്നേൽ ഫാമിലിയുടെ ഹിസ്റ്ററിയാണ് ജോണി ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അത് പിന്നെ 2-3 കൊല്ലം മുമ്പ് കാഞ്ഞത്താനത്ത് വെച്ച് അത് ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രസാദനം നടത്തിയതായിരുന്നു. അതിന് മുമ്പ് മറ്റേങ്ങാര് മരിച്ചുപോയി. ആവിയിലെ ജോയിച്ചേട്ടൻ ഈ ചിട്ടിയാകുന്നേൽ കുടുംബമല്ല, ശങ്കരപുരി കുടുംബമാണ്. അതാണെങ്കിലും ചിട്ടിയാകുന്നേൽ കുടുംബമല്ല. ചിട്ടിയാകുന്നേൽ കുടുംബത്തിന് അവിടെ പിന്നെ വേറെ കുടുംബങ്ങളുണ്ട്. കുര്യത്തുള്ള ഒരു കുരിശുപള്ളിയൊക്കെ കുരിശുപള്ളി പിന്നെ ശങ്കരപുരിയുടെ ഇതായിട്ട് അതിലെല്ലാവരും ചേർന്ന് അതിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. അപ്പം അതിൻ്റെ ഇതിന് പിരിവിനായിട്ട് ഞങ്ങൾ എടത്തുവയിലും മലബാർ വരെ പോയി. കാരണം വള്ളപ്പള്ളി പിതാവ് അതിൻ്റെ തുടക്കം പറഞ്ഞാൽ വള്ളപ്പള്ളി പിതാവ് പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് കുറലങ്ങാട്ട് വന്നു അങ്ങനെ പഠിപ്പിച്ച പിന്നെ മേലെ ഇവിടെ കുറലങ്ങാട് വിയാജിയായിരുന്ന മേലോട്ടം അച്ഛനെ അങ്ങേര് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങേര് വിയാജിയായിരുന്നുകൊണ്ട് ഇവിടെ വന്ന് ഈ കുറലങ്ങാട്ട് ഏതെങ്കിലും ഒരു പിന്നെ ശങ്കരപുരിയുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. അതിന് ഞാൻ
അന്നത്തെ കാലത്താണ് 88, 89. 50,000 രൂപ ഞാൻ സംഭാവന തന്നേക്കാം. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ഇങ്ങോട്ട് മാറി താമസിച്ചെങ്കിലും ഈ ശങ്കരപുരി കുടുംബത്തിൻ്റെ ഈ കുടുംബയോഗം പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ട് ജയച്ചൻ എന്നെ വിളിപ്പിച്ചു. ഇങ്ങനെ പിതാവ് ഇവിടെ വന്ന് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉപയോഗത്തിനോ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ കാളികാവിൽ ഈ ശങ്കരപുരി ചാപ്പൽ പണിതിരിക്കുന്ന സ്ഥലം ആവിക്കാരനെയായിരുന്നു. ജോയിയുടെ അപ്പൻ കൊടുത്തതാണ്. അപ്പം അത് കൊടുത്ത് അത് അന്ന് അവിടെ ഒരു കുരിശുപള്ളി പണിയാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് തറകെട്ടി 4 തൂണും വാർത്ത് കഴിഞ്ഞ് പിന്നെ എന്തോ കാരണത്താൽ പള്ളിക്ക് കാശില്ലാഞ്ഞിട്ടോ മറ്റോ ഉണ്ടോ അത് നിന്നുപോയി. അതവിടെ ഇട്ടിരുന്നപ്പം ഏജൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് ശങ്കരപുരിക്കാരുടെ സ്ഥലമാണല്ലോ, അവർ തന്നതും അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ പള്ളി പണിയാവുന്നു. അപ്പോൾ അന്ന് പിന്നെ പിതാവിനോട് ചോദിച്ച് ഇങ്ങനെ പിന്നെ അന്നത്തെ മേൽവട്ടത്തച്ഛൻ തന്നെ അത് ഏർപ്പാട് ചെയ്ത് തന്നത്. മിറ്റത്താനി പിതാവ് സഹകരിച്ചില്ലേ? മിറ്റത്താനി പിതാവ് പകലോമറ്റം കുടുംബം സഹകരിച്ചു. അവിടുത്തെ രൂപം തന്നിരിക്കുന്നത് അവരാ. സഹകരിച്ചു, പക്ഷേ കുടുംബം പകലോമറ്റ. അപ്പം ഞങ്ങൾ അന്ന് അങ്ങനെ ആലോചിച്ചപ്പം ഒരു എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ അന്ന് ആ കുരിശുപള്ളി പണിയാം. അപ്പം അതിനാലോചിച്ചപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്ന് ഈ കുടുംബയോഗം ഉണ്ടേ, പേരിനെ ഉള്ളെങ്കിലും. അപ്പോൾ കുടുംബയോഗത്തിൻ്റെ ശാഖകളെ പറ്റിയൊക്കെ ഇങ്ങനെ മരിച്ചുപോയ സക്കറിയാസ്, പിന്നെ MM ജേക്കബിൻ്റെ ചേട്ടൻ മാത്യു സക്കറിയാസ്, പുള്ളി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. പുള്ളി ഈ കുടുംബത്തിൽപ്പെട്ടത്. പുള്ളി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു അപ്പം പുള്ളിക്ക് കുറേ കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ അറിയാം. അന്നേരം പുള്ളി പറഞ്ഞു ഈ എടത്തുവായും പുത്തങ്കാവും ഇവിടെയെല്ലാം നമ്മുടെ ശാഖകളും എല്ലാവരോടും ഒരുമിച്ച് കൂട്ടിയിട്ടില്ലേ? അത് അങ്ങനെ വിളിച്ച് 88, 89 മറ്റോ ഒരു മഹാകുടുംബയോഗം കൊള്ളയാട്ട് നടത്തിയായിരുന്നു. അതിൽ ഫിലിപ്പോസ് മാർ ക്രിസ്തോസ് തിരുവേനിയായിരുന്നു അധ്യക്ഷൻ. മറ്റു പിതാക്കന്മാരും പങ്കെടുത്തു. അന്ന് അറിയപ്പെട്ടിരുന്ന കുടുംബശാഖകളിലെല്ലാം ഞങ്ങൾ പോയി വിളിച്ചായിരുന്നു. 10,000 പേര് കൂടിയായിരുന്നു. അത് അങ്ങനെ ഇതുണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ പള്ളിപ്പണിയെ പറ്റി ആലോചിച്ചു. പള്ളിപ്പണി ആലോചിച്ചപ്പോഴത്തേന് എടത്തുവായി നല്ലൊരു ശാഖയാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചോദിച്ചു. അവിടെ അന്നത്തെ കാലത്ത് തന്നെ 2,000 രൂപയോളൂ അവരുടെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറലങ്ങാണ്ട് ഞങ്ങളുടെ പിന്നെ കുടുംബങ്ങളിലെല്ലാം പോയി പിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിതാവ് പറഞ്ഞ് മലബാറി വരുവാണ് കുറേ കുടുംബങ്ങളെ സഹകരിക്കും. വള്ളപ്പള്ളി പിതാവിന് അവിടെ നല്ല ബന്ധമാണ്. അപ്പം ഞങ്ങൾ 2-3 പേര് അവിടെ പോയി, മലബാറിൽ പോയി. ആ വീക്കിൽ പിന്നെ കുടക്കച്ചറയെന്ന ഒരാൾ ഞാനും കൂടെ പോയി. ഈ കുടുംബത്തിൽ വള്ളപ്പള്ളി കുടുംബത്തിൽപ്പെട്ട 5 അച്ഛന്മാർ അന്ന് അവിടെയുണ്ട്. പല ഇടവകളിലായിട്ട് അവരെല്ലാം 500 രൂപ തന്നു. അപ്പോൾ അവർ കുറേ വീട്ടുകാരുടെ പേര് പറഞ്ഞു. അപ്പോൾ ആ വീടുകളിലൊക്കെ അതിൽ പാലക്കാടും പിന്നെ വയനാടും മലപ്പുറം കൊണ്ടോട്ടിയല്ല മലപ്പുറം പിന്നെ മഞ്ചേരി അങ്ങനെ ഒരു 5-6 സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അവിടെയൊക്കെ ഞങ്ങൾ പോയി. അവിടെ എല്ലാം പോയി. അന്നത്തെ കാലത്താണ് 50 രൂപ 100 രൂപ 500 രൂപ പരമാവധിയാണ്. ഏതായാലും അങ്ങനെ എല്ലാം കൂടെ സഹകരിച്ച് ഇവിടങ്ങളിലുള്ള വീടുകളെല്ലാം സംബന്ധിച്ച് 1,00,000 രൂപ ഉണ്ടാക്കി. പഴയപണി പൂർത്തിയായി വന്നപ്പോഴത്തേനും 1,20,000 പിതാവ് വന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പം ചിലവിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഇത്രയായെന്ന് പറഞ്ഞപ്പോൾ 5,000 രൂപ അവിടെ പിതാവ്. ബാക്കി കാശ് ഞങ്ങൾ കുറേ പേര് കൂടി ഉണ്ടാക്കി അത് പൂർത്തിയാക്കി ആ പ്രശ്നം തീർത്ത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആണ്ടുതോറും എന്ന് പറഞ്ഞ പോലെ കുടുംബയോഗ വാർഷികം നടത്തിക്കൊണ്ട് വന്നത്. അത് കൊള്ളങ്ങാട്ട് തന്നെ നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളങ്ങാട്ട് 2 സമ്മേളനം, പിന്നെ ഒന്ന് കുടമാളൂർ നടത്തി, ഒന്ന് എടത്തുവായി നടത്തി, ഒന്ന് ഈ ഇവിടെ എറണാകുളത്ത് ആറ്റിനക്കരയുള്ള സ്ഥലമുണ്ടല്ലോ, മംഗലപ്പുഴ അല്ല മംഗലപ്പുഴയല്ല, വൈപ്പിനില്ലേ പിന്നെ നല്ലൊരു ശാഖയാണ്. അവിടുത്തെ
പിന്നെ അച്ഛനാണ് ജോസും. അപ്പോൾ അവിടെ വെച്ചൊരു കുടുംബയോഗം നടന്നു. അപ്പോൾ അന്ന് ഈ ബോസ്കോ പുത്തൂർ തിരുവിതാംകൂറും ഒക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവിടെ കാഞ്ഞിരത്താനത്ത് വെച്ച് അങ്ങനെ നടത്തി. പിന്നെ അവസാനം 4 കൊല്ലം മുമ്പ് കൊല്ലങ്ങാട്ട് വെച്ച് തന്നെ നടത്തി. അത് കഴിഞ്ഞപ്പോഴായി 2019 നമ്മുടെ കുടുംബ ഈ സുഖേട് വന്ന് കോവിഡ് വന്നതിന് ശേഷം ഇതുവരെ പിന്നെ മൊത്തം എത്ര വീട്ടുകാർ കാണും? മൊത്തം വീട്ടുകാർ പറഞ്ഞാൽ എടത്തുവായിൽ ഒരു 10-50 വീട്ടുകാരെങ്കിലും. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് പിന്നെ രാമപുരം, കോട്ടിരി, പിന്നെ കച്ചറമറ്റം, ഇതെല്ലാം ഈ കുടുംബത്തിൽപ്പെട്ടതാണ്. അവിടെ ആ ചുറ്റുപാട് അങ്ങോട്ട് തുടങ്ങനാണ്ട് വരെ അവരുടെ ശാഖകളുണ്ട്. അവിടെ ഏകദേശം അവരുടെ കണക്കനുസരിച്ച് 500-ന് മുകളിൽ വീട്ടുകാർ ആ പ്രദേശത്ത് തന്നെയാണ്. കേരളം അടച്ചെടുക്കുകയാണെങ്കിൽ 10,000 വീട് അടുത്തടുത്തെന്ന് പറഞ്ഞാൽ തുടങ്ങനാണ്ട് വരെ ഉണ്ട്. ഈ പിഴ പിന്നെ പിഴയിനടുത്തൊരു കുറിഞ്ഞി, വല്ലാപ്പാറ, അവിടെയെല്ലാം ഇവരുടെ ശാഖകളിൽപ്പെട്ടവരുണ്ട്. അത് പിന്നെ ഇവിടെയുള്ള ഒരു ശാഖ എന്ന് പറയുന്നത് പിന്നെ ഏഴാച്ചേരി എന്ന് പറഞ്ഞ കദളിക്കാട്ടിൽ പ്രൊഫസർ KC സദാശിവൻ, ഫാദർ തോമസ് മണ്ണൂരാൻ, അവരെല്ലാം ആ ഫാമിലിയിൽപ്പെട്ടത്. അവരേഴാച്ചേരിയും പിന്നെ പാലായും അതിനപ്പുറത്തെ എടപ്പാടി ആ ഭാഗങ്ങളിലെല്ലാം ആയിട്ട് ആ വീടുകളിലെല്ലാം ഞങ്ങൾ പോയതാണ്. അങ്ങനെ അവിടെയാണ്. പിന്നെ ഇവിടെ ഉള്ളതിൽ കൂടുതൽ കുടുംബങ്ങൾ കളത്തൂര് ഈ പറയുന്ന ആവിയിലും മറ്റേ പിന്നെ അവിടെ കുറേ വീട്ടുകാരുണ്ട്. വീട്ടുകാരെല്ലാം ഞാൻ പറഞ്ഞു കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതിൽ കുറലങ്ങാട് പള്ളിയുടെ വടക്ക് വശത്തും തെക്ക് വശത്തും ഉണ്ട്. അതിൽ നല്ല ഒരു വീട്ടുകാരുണ്ട്. അവരെല്ലാം തെക്കേടത്ത് അടുത്തനാളും എടുത്ത് ജോർജ് സാറൊക്കെ ഫാമിലിപ്പെട്ടതാണ്. തെക്കേടത്ത് ജോർജ് സാറുണ്ടായില്ലേ വക്കീൽ? തെക്കേടത്തെന്ന് പറയുന്നത് ഈ ജോർജാണ് തെക്കേടത്തുള്ളതിൽ ഇപ്പോഴത്തെ പ്രമുഖനായിരുന്നു. ഈ തെക്കേടത്ത് വഴിയോട് അടുത്തുള്ള പറമ്പേ കടപ്പൂർക്കാരുടെ പറമ്പായിരുന്നു. ഞാൻ പറഞ്ഞ തെക്കേടത്ത് കുടുംബം അവിടെയാണ് താമസാക്കിയത്. അവിടെ താമസാക്കിയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് വയലായിക്ക് പോകുന്നതും. അപ്പോൾ ഈ പള്ളിയുടെ തെക്ക് വശത്ത് താമസിച്ചുകൊണ്ടാണ് ശങ്കരവരി കുടുംബത്തിന് തെക്കേടത്തുനിന്ന് പേര് വെക്കുന്നതാണ്. അല്ല, അവിടെ ഈ റോഡിനോട് അടുത്തുള്ള 2 ഏക്കർ സ്ഥലം കടപ്പൂർ 5 വീടരുടെ ആയിരുന്നു. അവർ 3-4 വരുമ്പോൾ അവിടെ താമസിക്കുന്നു. തെക്കേടത്ത് ഇറക്കി കൊടുത്തു. അതെ. അപ്പം അവിടുന്ന് ഈ തെക്കേടത്തും പിന്നെ അതിൻ്റെ ചുറ്റുപാടുമുള്ള വീട്ടുകാരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പിന്നെ മാറി. ഈ അംഗങ്ങൾ കൂടിയൊക്കെ പലയിടത്തേക്ക്. കൂറ്റൻതരകൻ ഏത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ദത്ത് വന്നത്? എന്തോ കൂറ്റൻതരകൻ ശങ്കരപുരിയിൽ നിന്നാണ് അലക്സാണ്ടർ എന്നായിരുന്നു അങ്ങയുടെ പേര്. അവരുടെ വല്യപ്പൻ, കൂറ്റൻതരകൻ്റെ വല്യപ്പൻ. അതാണ് ഞങ്ങളുടെ അറിവ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ കൂറ്റൻ മിക്കവാറും കൊല്ലങ്ങാടും ഒരുപാട് സ്വാധീനങ്ങൾ വന്നത്. മുതലേമാളിയെ പണിത് അദ്ദേഹം എന്നാണ് പറയുന്നത്. കൂറ്റൻതരകൻ സെബാസ്റ്റ്യാനോസ് പള്ളി പുതുക്കിപ്പണിയൊന്നും ചെയ്തിട്ടുണ്ട്. രാജാവിനെ രക്ഷിച്ചുകൊണ്ട് രാജാധികാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടയാളമായിട്ട് പിന്നെ ഈ വലിയ വീട്ടിലും മറ്റേ എതിയിരിക്കില്ല ഇതിൽപ്പെട്ടതല്ല.
കടമ്പൂർ 5 വീടുകളെ കുറിച്ച് ചരിത്ര അന്വേഷിച്ച് എന്ന നിലയിൽ എന്നാണ് അങ്ങ് കണ്ടെത്തിയത്? എത്ര വീടുകളാണ്? കടപ്പൂർ 5 വീട് എന്ന് പറയുന്നത് 5 വീടുകൾ ആണുള്ളത്. വലിയ വീട്, കത്താടത്ത്, മഞ്ചേരി, പുതുശ്ശേരി, ചെമ്പൻകുളം, ഇങ്ങനെ 5 വീടുകളുടെ ഒരു പാരമ്പര്യമാണുള്ളത്. പിന്നീട് അതിൻ്റെ ശാഖകളാണ്. അതിൻ്റെ ശാഖകൾ ഒട്ടേറെ ഒരുപാട്. എത്രയാണ് കാണും ഉദ്ദേശം? അത് ഏറെക്കുറെ എല്ലാം തിട്ടപ്പെടുത്തി വന്നിട്ടില്ല. കാരണം ആയിരക്കണക്കിനുണ്ടോ? ആയിരക്കണക്കിനുണ്ടാവുമോ എന്നുള്ള ഉണ്ടാവാം. പക്ഷെ അതിനുവേണ്ടി ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഉള്ള ഈ കടപ്പൂരാന്നായിരുന്നാണല്ലോ കുറവലങ്ങാട് പള്ളിയിൽ കപ്പൽ എഴുന്നള്ളിക്കുന്നത്. അത് ഈ 5 വീടുകളാണോ? 5 വീടുകളിൽ അതിന് അവസാനം മഞ്ചേരി തറവാട്ടിൽ ഉണ്ടായിരുന്ന 1750 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കൂറ്റൻ മാപ്പിള എന്ന് പറയുന്ന നമ്മുടെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ശ്രമഫലമാണ്. അവർ 2 പേരായിരുന്നു, ചാക്കോത്തരകനും മാത്തൂത്തരകനും. അപ്പോൾ അതിൽ മാത്തൂത്തരകൻ ഒരു ട്രേഡേഴ്സായിരുന്നു. അപ്പോൾ വിദേശത്ത് പോവുകയും തിരികെ പോന്ന വഴിക്ക് കടൽക്ഷോഭത്തിൽ പെടുകയും അപ്പോൾ അതേ തുടർന്ന് മുത്തിയമ്മയുടെ വലിയ ഭക്തനായിരുന്ന മാത്തൂത്തരകൻ മുത്തിയമ്മയോട് പ്രാർത്ഥിച്ച് കടൽക്ഷോഭം മാറിയെന്ന്. പിന്നെ ഈ ഒരു ഇതുണ്ടായത് കടപ്പുകാർക്ക് പഴയ കാലത്ത് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ആ നേർച്ച നിറവേറ്റാത്തതുകൊണ്ടാണ് ഇതുണ്ടായെന്ന് എന്ന അടിസ്ഥാനത്തിൽ ഒപ്പമുണ്ടായിരുന്ന നാവികർ അവർ ഒരു കപ്പലുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കടുത്തുരുത്തിയിൽ വെച്ച് കപ്പലുണ്ടാക്കി അത് കൊണ്ടുവരികയും എല്ലാ വർഷവും 3 നോയമ്പിന് എഴുന്നള്ളിക്കാമെന്ന് എന്നുള്ള ഒരു നേർച്ചയായിട്ട് അത് കൊണ്ടുവരികയും പിന്നെ കടുത്തുരുത്തിൽ വെച്ചത് ഒരു തർക്കത്തിന് ഇടയായി. അതിപ്പോൾ ഈ കൂറ്റൻ മാപ്പിള വല്യപ്പൻ ഇങ്ങനെ അവിടെ ചെന്ന് അവരുമായിട്ട് മധ്യസ്ഥം പറഞ്ഞ് കപ്പൽ കുറവലങ്ങാട് കൊണ്ടുപോയി. അങ്ങനെയാണ് ഒരു ചരിത്രമുള്ളത്. എന്താ തർക്കം ഉണ്ടായത്? അവർ കടുത്തുരുത്തുകാർ അവരുടെ ആളുകളെ കൊണ്ട് പെയിൻ്റ് അടിപ്പിച്ചു. അപ്പോൾ കണ്ണിന് പെയിൻറ്റ് കണ്ണിൽ തെറിച്ച് അവർക്ക് കണ്ണ് കാണാതായിരുന്നു. അവർ തിരികെ കുറവലങ്ങാട് കൊണ്ടുവന്ന് പെയിൻ്റ് അടിപ്പിച്ചപ്പോൾ കണ്ണ് സുഖമായതൊക്കെ ഒരു ഐതിഹ്യങ്ങൾ ഇങ്ങനെ വാമൊഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂറ്റൻ മാപ്പിള ഏത് ഫാമിലിയിൽ നിന്ന് പോയതാണ്? കൂറ്റൻ മാപ്പിളയുടെ ചരിത്രം പൗരാണികത്ത് നമ്മൾ എഴുത്ത് പ്രകാരം ഈ നമ്മുടെ ശങ്കരപുരി എന്ന് പറയുന്നത് അതിനു മുമ്പ് നമ്മുടെ സിസ്റ്റർ മേരി ബെനിച്ചയുടെ, അതായത് തോട്ടം ഫാമിലി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പീറ്റർ ജോൺ തോട്ടം എഴുതിയൊരു ചരിത്ര ഒരു ആഖ്യായിക നോവലുണ്ട്, ശങ്കരഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രകാരം പള്ളിവീട്ടിൽ കോരള കുര്യൻ എന്ന് പറയുന്ന കാരണവർ ശങ്കരപുരിയിൽ നിന്ന് വല്യമ്മയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണും. അതിൽ മൂത്ത ആൾക്ക് മക്കളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആൾക്ക് 3 ആൺമക്കൾ. അവരിൽ ഏറ്റവും ഇളയ ആണ് ഈ ശങ്കരപുരി പത്രപാടത്തിൽ വെക്കുവാണ്. അല്ല, ഈ എടക്കാട്ട് രാജാക്കന്മാരെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ കുറവലങ്ങാട് പ്രദേശം അവരാ ഭരിച്ചോണ്ടിരുന്നതെന്ന് പറയും. രാജകൊട്ടാരുണ്ടായിരുന്നു, കുളമുണ്ടായിരുന്നു. എവിടെ രാജകൊട്ടാരം എവിടെയാണെന്ന് പറയുന്നത്? ഈ പറഞ്ഞ പരിസരം അല്ല, അവിടെ ഉണ്ടായിരുന്നത് കൈമളെന്ന് പറയുന്ന ആശ്രിതന്മാര്. അവരെ ഒരു കൈമള കുടുംബം ഉണ്ടായിരുന്നു. അതെല്ലാം തീർന്നു. അവരുടെ ഒരു കുളം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ. അത് നമ്മുടെ ഒരു കുടുംബക്കാരുടെ ഇല്ല. അവർക്ക് മേലാധികാരിയായിട്ടൊരു രാജാവുണ്ടായിരുന്നു. അയാളുടെ മേൽനോട്ടം ചെമ്പകശ്ശേരി രാജാവായിരുന്നു. പക്ഷേ ഈ കൈമളെന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഇടപ്രഭുവിൻ്റെ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവർ അല്പം കൊലയും വരെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ കൊലകടം നിരപ്പ് എന്ന് പറയുന്ന, അപ്പോൾ അവിടെ കൊണ്ടേ കൊണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ അവസാനത്തെ ആളെ കൂടെ തീർന്നു. എന്തായാലും അവർ അങ്ങോട്ട് ഇല്ലായ്മയായി പോയത്. എങ്ങനെ കൂണ് ഉണ്ടായിട്ട് അതങ്ങോട്ട് അലിഞ്ഞ് അതിൻ്റെ വീട് കഴിയുമ്പോൾ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് പോകുമല്ലോ. അങ്ങനെ അത് ഇല്ലായ്മയായി.
പിന്നെ അവിടെ ഒരു മലയുണ്ടെന്ന് പറയുന്നത് തേവർ മലയോ? തേവർത്ത് നമ്മുടെ ഇവിടെ അടുത്താണ്. തേവരത്ത് മലയെ പറ്റി ഇപ്പം വല്ലാത്ത ഐതിഹ്യങ്ങളാണ് കേട്ട് കേൾവി. കാരണം അവരെ അതിന് പേര് മാറ്റിയിട്ടുണ്ട് തേവർ ഉയർത്ത മല. തേവർ ഉയർത്ത മല. തേവരുടെ വിഗ്രഹം അവിടുന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ഈ ചരിത്രവും ശാസ്ത്രവും സത്യവും വെവ്വേറെ കിടക്കും. ഇത് മൂന്നും കൂടെ ഒന്നിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷേ ഇത് മൂന്നും പലപ്പോഴും ഒന്നിക്കാറില്ല. അതിൻ്റെ കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അത് പലതും കെട്ടുകഥകളാകുന്നതുകൊണ്ടാണ്. ചരിത്രവും സത്യവും ശാസ്ത്രവും കൂടെ ഒന്നിക്കണം. അതാണ് ശരി, അതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പകലാമറ്റം തറവാട്ടിൽ ഒരു തടി കൊണ്ടുള്ള കാസായും പീലാസായും ഉണ്ടായിരുന്നല്ലോ. അത് തടിയല്ലല്ലോ. തടിയല്ല, അല്ല, കല്ലാണ്. അങ്ങനെ ഒരു നമ്മൾ ഉണ്ട്. അത് കാസായും പീലാസായും അല്ല. അല്ല, അതെന്താണ്? കാസായും പീലാസായും ഇപ്പോഴത്തെ ആൾക്കാർ കാണാൻ തുടങ്ങിയതാണ്. അതിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മൈക്കിളാഞ്ചലോയുടെ പിന്നെ കൊണ്ടോ ലാസ്റ്റ് സപ്പർ ഒരു പടമുണ്ടല്ലോ, മൈക്കിളാഞ്ചലോ വരച്ച പടം കണ്ടിട്ടുണ്ടാവോ? ആ പടത്തിലെ ഒരു താലമാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അല്ലാതെ ഇപ്പം പുതിയതിനകത്തൊക്കെ കാസായും പിലാസായും ഒക്കെ വെച്ചോണ്ട് അതാണ് ഈ സത്യവും ശാസ്ത്രവും കൂടെ അകന്നു പോകുന്നു എന്ന് പറയുന്നത്. അപ്പം അതിനകത്താണ് ഈ താലം കാണിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ ഒരു പിന്നെ അത് എത്ര വർഷം മുമ്പാ മൈക്കിളാഞ്ചലോയുടെ ആ പടം എന്ന് പറയുന്നത്? കുറേ വർഷങ്ങളായി. അപ്പം അന്നത്തെ ഒരു ട്രഡീഷൻ അനുസരിച്ചാണ് അതിനകത്ത് വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് ആണ് കാസ വരയ്ക്കാൻ തുടങ്ങി. അപ്പം ഈ അന്നത്തെ ട്രഡീഷൻ അനുസരിച്ചുള്ള താലമാണ് നമ്മുടെ പകലമറ്റം തറവാട്ടിലുള്ളത്. അതെവിടെയാണ്? ഇവിടെ ഉണ്ട്. ആ താലം അത് കുർബാനയ്ക്ക് എടുക്കുന്ന അതാണ്. താലത്തിൽ വെള്ളമെടുത്ത് എന്ന് പറയാം. ആ താലം അതായത് അതൊരു വല്ലാത്ത ഐതിഹ്യത്തിലാണ് നിൽക്കുന്നത്. ഇത് ഈ മൈക്കിളാഞ്ചലോയുടെ പടത്തിൽ കാണുന്നതും ഇത് ഒരേ ഷേപ്പാണ്, ഒരേ സാമ്യമാണ്. തുറമുഴുക്കുണ്ട്. അത് എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും? അത് പണ്ടൊരിക്കൽ ഈ പുരാവസ്തു ഗവേഷകർ അതിൻ്റെ ഒരു ഭാഗം പൊടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അവർ നോക്കിയിട്ട് 12,000 വർഷം ഉണ്ടല്ലോ എന്നാണ് പഴക്കമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളതിനെ വേറൊരു രീതിയിൽ ഇങ്ങനെ ഒരു ടെസ്റ്റിന് കൊടുക്കാനും ഒക്കെയുള്ള വേണ്ടാന്ന് വെച്ചു. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്പ്യൂട്ടും പിന്നെ രണ്ടുപേര് തമ്മിലൊരു വാദഗതി അത്ര ഇല്ല. ഇതുവല്ലും ഇതിനെ വെച്ച് കാണിക്കണ്ട. അതെ, നമ്മുടെ അപ്പനെ വേറൊരുത്തൻ, അത് അവൻ്റെ അപ്പനല്ല, ഇത് ഇവൻ്റെ അപ്പനല്ല. രണ്ടുപേരുടെയും കൂടെ DNA നോക്കി വെച്ച് പറയുക, അയാളുടെ DNA ഇവൻ്റെ DNAയും രണ്ടായതുകൊണ്ട് ഇവൻ അവൻ്റെ അപ്പനല്ല എന്ന് പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ആരെങ്കിലും നമ്മുടെ അപ്പനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് DNA നോക്കി ആണോ തീരുമാനിക്കുന്നത്? അപ്പം അതുകൊണ്ട് പോഴ്സ്ലൈൻ പഴയ ചീനി പോഴ്സ്ലൈൻ അത് നമുക്ക് കാണാം, ഇവിടെ ഉണ്ട്. പക്ഷേ അത് കാണണമെങ്കിൽ മനസ്സ് അത്രയും നമ്മൾ ശുദ്ധമായി പ്രിപ്പയർ ആവണം. അല്ലാതെ അത് എന്തെങ്കിലും വരയോ കുറിയോ ഉണ്ട്. അതൊക്കെ ഒത്തിരി കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. കാരണം ഈ കാസായും പീലാസായോടെ ഇതിൻ്റെ സൈഡിൽ ഒരു വലിയ കുഴിയാണ്, സൈഡിലൊരു വലിയ കുഴിയുണ്ട്. അപ്പം അന്ന് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അവർ ചുട്ടെടുത്ത അപ്പവും ഈ കുഴിയിലെ തേനും കൂട്ടി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവർ കന്നുകാലി തീറ്റാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് പോയിരുന്നു. ഇതാണ് അതിൻ്റെ ചരിത്രം. അതായത് ഇത് തോമാസ് ലീഹ, അതായത് പാലയൂരിൽ നിന്ന് കൊണ്ടുവന്നതായി സാധനം, ഈ താലം. അത് തോമാസ് ലീഹ അതിനകത്ത് ബലിയർപ്പിച്ചു എന്നുള്ളതാണ് അവർക്ക് അതിനോടുള്ള ഒരു പ്രത്യേകത.
ആ കുടുംബയോഗത്തിൻ്റെ പേരെന്തായിരുന്നു? പറ്റാനി കുടുംബയോഗം. അത് കാളിയാങ്കലിൻ്റെ ശാഖയല്ലേ? അതെ. കാളിയാങ്കലിന് എത്ര ശാഖയുണ്ട് മൊത്തം? കാളിയാങ്കൽ അത് നമ്മുടെ ജോയി പ്ലാത്തോട്ടം. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലോബൽ ഇവിടെ നടത്തി. ഗ്ലോബൽ നടത്തി അത് അവന്മാരെല്ലാം കൂടെ വളരെ ചെയ്ത് ഈ നമ്മുടെ കോട്ടയത്ത് നടത്തണമെന്ന് പറഞ്ഞ് നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെയാണ് നടത്തുന്നത്, കുറവളിങ്ങാട്ടാണ് നടത്തുന്നത് പറഞ്ഞാൽ അവിടുന്ന് ആ യോഗ ഇവിടെ കൊണ്ട് നടത്തി. അതിന് ഞാനായിരുന്നു എൻ്റെ സംഘാടകനൊക്കെ ആയിരുന്നു. പള്ളിയിൽ നിന്ന് വലിയ റാലിയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ നമ്മുടെ ബെഞ്ചമിൻ കോശി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പരിപാടിയായിരുന്നു. 1500 ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് പാറ്റാനി തിയേറ്റർ വെച്ച് നടത്തിയതാണോ? ബെഞ്ചമിൻ കോശിന്റെ ജഡ്ജി ഈ ഫാമിലിയാ. പുള്ളി ഉണ്ടായിരുന്നു. എന്തോ എറണാകുളം. പുള്ളി എറണാകുളം തോന്നുന്നു. പിന്നെ നമ്മുടെ PC ജോർജ് ഒക്കെ ഇതിനകത്തുള്ള PC ജോർജ് പ്ലാത്തോട്ടം. PC ജോർജ് പൂഞ്ഞാറ്. പുള്ളിയൊക്കെ ഇതിന്റെ ആളായിരുന്നു. പുള്ളി പൂഞ്ഞാറ്റി തന്നെയാണല്ലോ. നമ്മുടെ ഇതിന്റെ ശാഖകളെ പാറ്റാനി ഒരുപാട് ശാഖകളുണ്ട്. കള്ളികാളിയാവ് ശങ്കരപുരി പകലോ മറ്റൊന്നാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ പാറ്റാനി ഗ്ലോബൽ കുടുംബത്തിൽ ഇത്രയൊക്കെ ഉണ്ട്. അങ്ങനെ അത് പാറ്റാനി കുടുംബം അതിനകത്തുണ്ട്. ഞങ്ങളല്ലാതെയുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 136 കുടുംബാംഗങ്ങളാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ പാറ്റാനിക്കാർ തന്നെ. സാറേ ഈ കടപ്പൂക്കാരെ കുറിച്ച് വല്ലോ അറിയാമോ? കടപ്പൂക്കാരെ എനിക്കറിയില്ല. ഇത് നമ്മുടെ മാത്യു പാറ്റാനിക്ക് അയച്ചോടെ പറയാൻ അവനാ ഇതിന്റെ അറിയാവുന്നതാണ്. വേറെ ആർക്കും നമുക്ക്. അദ്ദേഹം പള്ളിയിലെ താഴെയായിട്ട്. അപ്പൊ അവിടെ പോയായിരുന്നു നിങ്ങള്? അത് അദ്ദേഹം പോയായിരുന്നു. അവനാ ഇതിന്റെ കുറച്ചൊക്കെ എന്തെങ്കിലും അറിയാവുന്നവനാ. വേറെ ആർക്കൊന്നും അറിയത്തൊന്നുമില്ല. ആയുധങ്ങളുണ്ടായിരുന്നു പണി. ഇല്ല, അവർക്ക് കൂടാതെ എനിക്ക് തോന്നി അന്ന് ക്രിസ്ത്യൻ പുരുഷന്മാർക്കൊക്കെ കയ്യിലെ വാളും കൊണ്ടുവരുന്നു പറഞ്ഞു. അത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അർക്കലിയാക്കന്മാരുടെ ആയുധപ്പുരയായിരുന്നു ഈ വാദ്യപ്പുരയുടെ അടിത്തട്ട്. മുകളിലത്തെ എന്ന് പറയുന്ന ഒരു തട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വട്ടത്തിലൊക്കെ ക്രാസിയൊക്കെ പിടിച്ച് മുകളിൽ ഓടുമൊക്കെ ഇട്ട് ഒരു പഴയ രീതിയിലൊരു കെട്ടിടം. സാറ് പറയുന്നത് ഈ പഴയ മതിലേ മാളികയാണോ? അല്ലല്ല, മതിലേ മാളിക വേറെ? അല്ല, അത് വേറെ. ഇത് വാദ്യപ്പുര എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ താഴെയാണ് ഈ ആയുധപ്പുര. ഈ വാദ്യപ്പുര എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെയൊക്കെ അവസരത്തിൽ ഈ കൊട്ടുകാർക്ക് അവിടെ ഇരുന്ന് പരിശീലനം നടത്താനും കൊട്ടാനും അവർക്ക് വിശ്രമ സമയത്ത് ഒന്നിച്ചു കൂടാനുള്ള സ്ഥലമാണ് ഈ പിന്നെ ആയുധപ്പുരയുടെ മുകളിലത്തെ നില. എത്ര കാലം മുമ്പായിരിക്കും ഇത് പൊളിച്ചു മാറ്റിയത്? ഇത് പൊളിച്ചു മാറ്റിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു മണക്കാട്ടച്ചൻ പള്ളി പണിയുന്ന കാലത്താണോ? അല്ലല്ല, അതൊക്കെ ശേഷം. അത് ശേഷമാണ്? അതിന് ശേഷം പള്ളി പൊളിച്ചു പണിയുന്ന 64. അപ്പം അന്നൊക്കെ ഇതുണ്ടോ അവിടെ? പിന്നെ അത് കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റിയത്. അത് മണക്കാട്ടച്ചൻ്റെ കാലത്താണ് പൊളിച്ചു പണിയുന്നത്. മണക്കാട്ടച്ചൻ്റെ കാലത്താണ് പള്ളി പൊളിച്ചു പണിയുന്നത്. ഇപ്പോഴത്തെ നവീകരണമല്ല, അതിന് മുമ്പത്തെ. ഇപ്പോഴത്തേന്ന് പറയുമ്പോൾ ഒരു 2017. 2017 ഇപ്പം പുതിയ രീതിയിൽ നമ്മുടെ പള്ളിയുടെ മാറ്റം. കുറ്റൻ മാപ്പിളയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? എന്തോ കുറ്റൻ തരകൻ പള്ളിയുടെ ഒരു കൈക്കാരനാണല്ലോ പണ്ട്. ഏതാ? ശങ്കരപുരി കുടുംബത്തിൽ എനിക്ക് അന്ന് അറിയാവുന്ന കീരിദാനമില്ലായിരുന്നു. കീരിദാനം പൊക്കം കൂടി ഒരാള്. അല്ല, അത് പാലമറ്റം. അത് ആഗസ്തി അല്ല, പിന്നെ കീരിദാനം പള്ളിയിൽ ഉണ്ടായിരുന്ന ആളാണ്. കീരിദാനത്തിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത് കീരിദാനം ഒരു മത്തച്ഛനായിരിക്കും. വൈദ്യനായിരുന്നു. നമ്മൾ അലോപ്പതി പാലമറ്റത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മത്തച്ഛന് എൻ്റെ ഭാര്യ മരിച്ചു പോയില്ല. ഞാൻ അവരെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. ഒരു 5 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. മത്തച്ഛനുണ്ടെന്ന് എൻ്റെ വിചാരം. മത്തച്ഛനിവിടെ വയലാരി താമസം. അല്ലല്ല, കടപ്പൂർ പോകുന്ന വഴിക്ക് ചെട്ടിപ്പറമ്പ്. ചെട്ടിപ്പറമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അതായത് 4 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. കള്ളി, കാളികാവ്, ശങ്കൂതിരി, പൗലമറ്റം, 4 ഫാമിലി. അതിൽ പെട്ടവരാണ് ഈ കൊല്ലങ്ങാട്ടുള്ള മിക്കവാറും പേര്. ഈ കടപ്പൂ
5 വീട്ടുകാരില്ലേ കപ്പലെടുക്കുന്നവർ, അവരുടെ കടപ്പൂക്കാരെന്ന് പറഞ്ഞൊരു അതേ കൊള്ളങ്ങാട്ട് പള്ളിക്ക് ഒരു പ്രത്യേകം ചെയ്ത് കപ്പലെടുക്കുന്ന അവരെ അതിന് ഭക്ഷണം കൊടുക്കണം. കാരണം 7 കൊല്ലം ചോറും 7 ചട്ടി മീൻകറി, അതിന് വേണ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് അവകാശമുള്ളതാണ് പള്ളിയിൽ. അതുപോലെ പിന്നെ വസനയാറായിട്ട് നമുക്ക് കാത്തൂക്കാർക്കാണ്, പിന്നെ മുട്ടിയറക്കാർക്ക് അനുഭവത്തിലുണ്ട്, പുഴക്കാരാണ് രൂപങ്ങൾ കൊണ്ടെടുക്കുന്നത്, പുഴക്കാർ, അങ്ങനെ ഓരോ നാട്ടുകാരാണ് ചെയ്യുന്നത്. മുട്ടിയറക്കാർ ആനവായി ചക്കര കൊടുക്കുന്നത്, ചക്കര വേദകാരുണ്ട്.